സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളിൽ നിന്നാണ് ഈ 3 സന്ധികളിലും ദൈവകൃപയാൽ നാം ധ്യാനിക്കുന്നത്. നമ്പേഴ്സ് ചാപ്റ്റർ 6 വേഴ്സസ് 24, 25 and 26. സംഖ്യാപുസ്തകം 6-ാം അധ്യായം അതിന്റെ 24, 25, 26 വാക്യങ്ങൾ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. 4000 വർഷങ്ങൾക്ക് മുമ്പ് സമാഗമന കൂടാരത്തിൽ 500 വർഷങ്ങൾക്ക് ശേഷം ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി നിർമ്മിച്ചതായ ആലയത്തിൽ 5 തരത്തിലുള്ള യാഗങ്ങളെയാണ് ഇസ്രായേൽ രാഷ്ട്രം അല്ലെങ്കിൽ യഹൂദൻ ദൈവത്തിന് അർപ്പിപ്പാൻ വേണ്ടി വന്നത്. 5 യാഗങ്ങൾ. സ്തോത്രം. ലേവ്യാപുസ്തകം ആദ്യത്തെ 7 അധ്യായത്തിൽ നിങ്ങൾക്ക് ആ 5 യാഗങ്ങളെ കാണുവാൻ കൊണ്ടും കഴിയും. പാപയാഗം, സമാധാന യാഗം, അങ്ങ് എന്ന് തുടങ്ങിയുള്ളതായ 5 യാഗങ്ങൾ. 5 യാഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ദൈവത്തിന് കൊടുക്കുമ്പോൾ, 5 ഒരുമിച്ചല്ല, ഏതെങ്കിലും ഒരു യാഗം ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ആർക്കും കടക്കാരൻ അല്ലാത്തവനായ ദൈവം 3 അനുഗ്രഹ വചനങ്ങളാണ് തിരിച്ചു നൽകുന്നത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് ചെറുതായിരിക്കും, പക്ഷേ കണക്ക് കണ്ടുപിടിച്ചവൻ ആയ കർത്താവ്, കണക്ക് കണ്ടുപിടിച്ചവനല്ല, കണക്കിനെ സൃഷ്ടിച്ചവനായ ദൈവം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നത് നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും അധികമായിരിക്കും. ഒരു യാഗം ദൈവത്തിന് അർപ്പിക്കുമ്പോൾ 3 അനുഗ്രഹങ്ങളെ ദൈവത്തിന്റെ ജനത്തെ നോക്കി പറവാൻ വേണ്ടി യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ലേവ്യ ഗോത്രത്തെ, പൗരോഹിത്യ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുക്കുകയുണ്ടായി. പ്രിയ സഹോദരി സഹോദരന്മാരെ, അങ്ങനെ പൗരോഹിത്യ ഗോത്രമാകുന്നതായ ലേവ്യ ഗോത്രം യാഗം കഴിച്ചു മടങ്ങുന്നതായ ദൈവജനത്തെ അനുഗ്രഹിക്കുന്ന വചനങ്ങളാണ് ഈ നല്ല ദേശത്ത് നാം ചൂടൊക്കെ സഹിച്ച് ആയിരിക്കുന്ന ഈ കാലാവസ്ഥയിലും ദൈവകൃപയാൽ നാം ഒരുമിച്ച് കേൾക്കുന്നത്. കാരണം നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്നവനായതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാകുന്ന നിങ്ങൾ തിരുവനന്തപുരത്തെയും ഇന്നത്തെ മന്ത്രിസഭയെയും ഈ നാളുകൾ നടക്കുന്ന ഇലക്ഷനെയും മറ്റും ശപിപ്പാനുമായിട്ട് ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. ദേശത്തിന് ഉപ്പാകുന്ന, ലോകത്തിന്റെ വെളിച്ചമാകുന്ന നിങ്ങൾ ആരെയും, ഒരു ദൈവദാസിനെയും, ഒരു സംഘടനയെയും, ഒരു മനുഷ്യനെയും യൂട്യൂബിലാകട്ടെ, സോഷ്യൽ മീഡിയകളിലാകട്ടെ, മറ്റൊരു സ്ഥലത്താണെങ്കിലും കുറ്റം പറവാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല. പകരം നിങ്ങളുടെ ശബ്ദം അനുഗ്രഹത്തിന്റെ ശബ്ദമായിരിക്കട്ടെ. കാരണം വേദപുസ്തകം പറയുന്നു, 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 8, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, ഒരു വശത്ത് ദൈവത്തിന്റെ ജനം അവർ പുരോഹിതന്മാരാണ്, മറുവശത്ത് അവൻ രാജാക്കന്മാരും ആണ്. പുരോഹിതന്റെ ശബ്ദം എപ്പോഴും അനുഗ്രഹത്തിന്റെ ശബ്ദം. പുരോഹിതൻ ദൈവത്തിന് അർപ്പിക്കുന്നതാണ്. പുതിയ നിയമത്തിലെ പ്രാർത്ഥനയെ കുറിക്കുന്നു. സ്വർഗത്തിലേക്ക് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദം അനുഗ്രഹത്തിന്റെ ശബ്ദമായിരിക്കട്ടെ. ഒരിക്കൽ കൂടെ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദം ഭൂമിയിൽ അനുഗ്രഹത്തിന്റെ ശബ്ദം ആയിരിക്കട്ടെ. ഇന്ന് രാത്രി ഇതൊരു അനുഗ്രഹത്തിന്റെ രാത്രിയായിരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് തകർച്ചയുടെയും താഴ്ചയുടെയും ജീവിതമല്ല, പകരം അത് അനുഗ്രഹത്തിന്റെ ജീവിതം തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൽദേര ഊരിൽ എന്ന് പറഞ്ഞാൽ മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് ദൈവം അബ്രാമിനെ വിളിച്ച് വേർതിരിക്കുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അബ്രാമിനെ നോക്കി ദൈവം ഇങ്ങനെ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെ, പിതൃഭവനത്തെ, സ്വന്തം ജനത്തെ നീ വിടുക. ദൈവം പറഞ്ഞു 3 കാര്യങ്ങളെ നീ വിടുക. നിന്റെ ചാർച്ചക്കാരെ, സ്വന്തം ഭവനത്തെ, നിന്റെ പാരമ്പര്യത്തെ വിടുക. 3 കാര്യങ്ങളെ അബ്രഹാം വിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസ ജീവിതത്തിൽ നടക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ 3 വിട്ടവനെ നോക്കി 7 ദൈവം പറയുകയുണ്ടായി. ഞാൻ ആവർത്തിക്കട്ടെ, ഒരു യാഗം നൽകുമ്പോൾ 3 അനുഗ്രഹം നൽകുന്ന ദൈവം 3 കാര്യം അബ്രഹാം വിറ്റപ്പോൾ 7 അനുഗ്രഹമാണ് ദൈവം നൽകിയത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ ദൈവം എന്നെ നിർത്തിയെങ്കിൽ ദൈവകൃപയാൽ എനിക്ക് നിങ്ങളെ അനുഗ്രഹിക്കാനാണ് നിയോഗം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു, നിങ്ങളുടെ മനസ്സിനെ അനുഗ്രഹിക്കുന്നു, നിങ്ങളുടെ ശരീരത്തെ ദൈവം ബലപ്പെടുത്തുന്നു, അനുഗ്രഹിക്കുന്നു, നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവം ശാപത്തിന്റെ ദൈവമല്ല, പകരം ദൈവം അനുഗ്രഹങ്ങളുടെ ദൈവം മാത്രമേ. ആരെങ്കിലും നിങ്ങളെ പ്രതികൂലമായി ശാപം പറഞ്ഞു എങ്കിൽ അവർ പറഞ്ഞതായ ശാപത്തിന്റെ വചനം ഒരു കാരണവശാലും ഭരിക്കയില്ല എന്ന് ബ്രദർ
സുരേഷ് ബാബു അല്ല പറയുന്നത്, ആകാശവും ഭൂമിയും മാറ്റമില്ലാത്തതായ ദൈവത്തിന്റെ വചനം പറയുന്നു. പുല്ലു ഉണങ്ങും ഭൂപാടും കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് മനുഷ്യൻ പറഞ്ഞ, സാത്താൻ പറഞ്ഞ ഒരു തിന്മയുടെ കാര്യം പോലും നിന്റെ ജീവിതത്തിലും നിന്റെ മക്കളുടെ ജീവിതത്തിലും നിന്റെ ശുശ്രൂഷയിലും നിന്റെ ഭാവിയിലും ഒന്നും നിലനിൽക്കത്തില്ല. ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്ന ആത്മാവിന്റെ നിയോഗത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനത്തെ വേര് വരെ ആ ശാപം ഇന്ന് രാത്രി പറഞ്ഞു പോകുവാൻ വേണ്ടി പോകുന്നു. പകരം അനുഗ്രഹത്തിന്റെ മുളകൾ ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിപ്പാൻ വേണ്ടി പോകുന്നു. അബ്രാമിനെ ദൈവം അനുഗ്രഹിച്ച് അബ്രഹാം ആക്കി തീർത്തു. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ച് ഇസ്രായേൽ ആക്കി തീർത്തു. ആ ദൈവം സഹോദരനെ സഹോദരിയെ നിന്റെ ദൈവമത്രേ. അബ്രാമിനെ ദൈവം അനുഗ്രഹിച്ച് അബ്രഹാം ആക്കിയെങ്കിൽ, യാക്കോബിനെ ദൈവം ഇസ്രായേൽ ആക്കിയെങ്കിൽ, തിരുവനന്തപുരംകാർക്ക് അല്ലെങ്കിൽ നിന്നെ നേരത്തെ അറിയാമെന്നുള്ളവർക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ക്രമത്തിൽ അതിശയവും ഭയങ്കരവുമായി ദൈവം നിന്നെ നിർത്തുവാൻ പോകുന്നു. ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തിയാണ്. വിടർന്നു വരുന്ന താമരയുടെ ചിഹ്നം BJPയുടേതാണെങ്കിൽ നീ സ്വർഗത്തിന്റെ ചിഹ്നമാണ്. നീ സ്വർഗത്തിന്റെ ചിഹ്നമാണ്. കമാൻ. അതെ, ദൈവകൃപയാൽ നീ അനുഗ്രഹിക്കപ്പെട്ട സഹോദരനാണ്. നീ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ്. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. വേദപുസ്തകം പറയുന്നു, ശാപത്തിന് വേണ്ടിയല്ല ദൈവം നിന്നെ വിളിച്ചത്, അനുഗ്രഹത്തിന് വേണ്ടിയാണ്. സ്തോത്രം. ആവർത്തന പുസ്തകം 28-ന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, ഈ ന്യായപ്രമാണത്തിന്റെ വചനം നിങ്ങൾ പാലിക്കുമെങ്കിൽ. അർത്ഥം വിശുദ്ധ വേദപുസ്തകം കേൾക്കാനുള്ളതല്ല, പ്രസംഗിച്ച് കേൾക്കാനുള്ളതല്ല, അത് അലമാരയിൽ സൂക്ഷിക്കാനുള്ളതല്ല, അത് മേശപ്പുറത്ത് വെക്കാനുള്ളതല്ല, അത് ഞായറാഴ്ച തിങ്കൾ മുതൽ ശനി വരെയുള്ള പൊടിയെ ഊതിക്കളഞ്ഞ അല്ലെങ്കിൽ തുടച്ചു മാറ്റി ഞായറാഴ്ച ചുമ്മിക്കൊണ്ട് ചർച്ചിൽ വരാനുള്ളതല്ല, അത് കേൾപ്പാനുള്ളതല്ല, അത് ചുമക്കാനുള്ളതല്ല, അത് പാലിക്കാനുള്ളതാണ്. ആ ദൈവത്തിന്റെ വചനം നീ ഞാനും അനുസരിക്കുമെങ്കിൽ വേദപുസ്തകം പറയുന്നു, ഈ പുസ്തകത്തിൽ സകല വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഏത് കുലത്തിൽ, ഏത് കുടുംബത്തിൽ, ഏത് ജാതിയിൽ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടവരാണ് എങ്കിലും യേശുവിൻ നാമത്തിൽ നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. അതേ, ദൈവം നിങ്ങളെ വിളിച്ചത് തൊലയാനല്ല, തകരാനല്ല, ചൊറിഞ്ഞ് ജീവിക്കാനല്ല, ഡിപ്രഷനിലും ഫ്രസ്ട്രേഷനിലും നിരാശ കുഴിയിലും കിടന്ന് തൊലയാനല്ല വിളിച്ചത്. സ്വർഗത്തിലെ ദൈവം എങ്ങനെയായിരിക്കുന്നു അവണ്ണം നീയുമായിരിക്കാൻ. ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ മക്കളും അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയായിരിക്കും. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച്. മലയാളി മാതാപിതാക്കൾക്ക് ഒരിക്കലും കാശ്മീർ കുട്ടികൾ ഉണ്ടാകാറില്ല. മലയാളി മാതാപിതാക്കൾക്ക് ഒരിക്കലും ഗുജറാത്തി പിള്ളേർ ജനിക്കാറില്ല. മലയാളി മാതാപിതാക്കൾക്ക് പഞ്ചാബി കുട്ടികൾ ജനിക്കാറില്ല. ദൂത് സ്വർഗത്തിലെ ദൈവത്തിന് ഒരിക്കലും ശാപത്തിന്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉണ്ടാകാറില്ല. ദൈവം അനുഗ്രഹത്തിന്റെ ദൈവം എങ്കിൽ, ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമെങ്കിൽ നിനക്കൊരിക്കലും ശാപത്തിന് കീഴിൽ ജീവിപ്പാൻ കഴിയത്തില്ല. ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമായതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടതാണ്. ദേശത്തിലായിരിക്കുന്ന മറ്റുള്ളവരെക്കാൾ നീ വ്യത്യസ്തനാണ്. ശാപം നിന്റെ മേൽ നിലനിൽക്കത്തില്ല. കാരണം എന്ത്? തിരുവചനം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ തലയിൽ ഒരു മുൾക്കിരീടം ഉണ്ടായിരുന്നു. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യം അങ്ങനെ തന്നെ പറയുന്നു. യേശുവിന്റെ തലയിൽ, അത് ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ കൊണ്ടാൽ നീര് വച്ചാൽ വീർക്കുന്നതായ ഒരു പ്രത്യേക തരത്തിലുള്ള മുള്ളുകൊണ്ടുണ്ടാക്കിയ മുൾക്കിരീടം യേശുവിന്റെ തലമേൽ ഉണ്ടായിരുന്നു. പിന്നത്തേതിൽ ചരിത്രം, സ്തോത്രം, സഭ ആ മുള്ള ഏതെന്ന് കണ്ടുപിടിച്ച് അതിനൊരു പേര് നൽകി. അത് പിലാ ക്രിസ്റ്റി, ക്രിസ്തുവിന്റെ മുള്ള് എന്ന് പിന്നത്തേതിൽ അറിയപ്പെട്ടു. ഇന്ന് മധ്യപൂർവ്വ ദേശത്ത് അതിന്റെ ഭാഗങ്ങൾ ഉണ്ട് പോലും. കദൂതിതാണ് യേശു കർത്താവ് ഒരു മുൾക്കിരീടം ചൂടി. സ്തോത്രം. റോമക്കാർ യേശുവിന് മുൻപും യേശുവിന് ശേഷവും ആയിരങ്ങളെ ക്രൂശിച്ചിട്ടുണ്ട്. ഒരുവന്റെ തലയിൽ പോലും മുൾക്കിരീടം ഉണ്ടായിരുന്നില്ല. യേശുവിന്റെ കൂടെ ഇടതും വലതും 2 പേർ ക്രൂശിക്കപ്പെട്ടു. അവരുടെ തലയിലും മുൾക്കിരീടമില്ല. ആവർത്തിച്ചു പറയുന്നു, യേശുവിന് മുൻപേയും യേശുവിന്റെ കൂടെയും യേശുവിന് ശേഷവും ഒത്തിരി പേർ ക്രൂശിക്കപ്പെട്ടപ്പോൾ അവരുടെ ആരുടെയും തലയിൽ മുൾക്കിരീടം ഇല്ല. എന്നാൽ ദൈവത്തിന്റെ പുത്രനാകുന്ന അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ദാവീദിന്റെ മുള, യാക്കോബിന്റെ അതേ സ്തോത്രം സന്താനമായി ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനാകുന്ന ദൈവപുത്രനാകുന്ന യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ തലയിൽ ഒരു മുൾക്കിരീടം ഉണ്ടായിരുന്നു.
For what? എന്തിനു വേണ്ടി? യേശു കർത്താവ് നിന്റെ ശാപത്തെ ഏറ്റെടുത്തു. ശാപത്തിൽ ജനിച്ച്, ശാപത്തിൽ വളർന്ന്, ശാപത്തിൽ ജീവിച്ച്, വീട് ശപിക്കപ്പെട്ടതാണ്, ചുറ്റുപാടുകൾ ശപിക്കപ്പെട്ടതാണ് എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അടുത്ത ക്രിസ്മസിനോ അതിനടുത്ത് വരുന്നതായ ഈസ്റ്ററിനോ അല്ല, ഇന്ന് രാത്രി ഈ 4-ാം തീയതി നിന്റെ ശാപം വേരോടെ നിന്റെ ജീവിതത്തിൽ നിന്ന് പിഴുതുമാറുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു നിന്റെ ശാപങ്ങളെ ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി മരിക്കുകയുണ്ടായി. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-14 അങ്ങനെ തന്നെ പറയുന്നു. ന്യായപ്രമാണ പ്രകാരം യേശു കർത്താവ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ സകല ശാപങ്ങളെ കൽവരി ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി ചുമക്കുകയുണ്ടായി. ലോകത്തിലുള്ള ഒരു മതഗ്രന്ഥത്തിനും ശാപത്തിന്റെ പരിഹാരമില്ല. ലോകത്തിലുള്ള ഒരുവൻ പോലും, ഒരു പ്രവാചകനോ ഒരു മതസ്ഥാപകനോ മനുഷ്യ ജന്മത്തിന്റെ, മനുഷ്യ ജീവിതങ്ങളുടെ, മനുകുലത്തിന്റെ ശാപം ചുമന്നില്ല. എന്നാൽ യേശു കർത്താവ് ശാപത്തെ ചുമന്നു. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് മുൻപിൽ ശാപത്തിന് നിലനിൽപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ഒരിക്കൽ കൂടെ രക്ഷിക്കപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിലും ഒന്ന് ആരാധിച്ചു നോക്ക്. ആത്മാവിലും സത്യത്തിലും ഒന്ന് ആരാധിച്ചു നോക്ക്. നിനക്ക് തൊലയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയിൽ നടന്നാട്ടെ, ദൈവത്തിന്റെ കൃപയിൽ ജീവിച്ചാട്ടെ, ദൈവത്തിന്റെ വചനത്തിൽ നിലനിന്നാട്ടെ. ഒരു പുരോഹിതൻ നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു ഐമേനി നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു തിരുമേനി നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു ബിഷപ്പ് നിനക്ക് വേണ്ടി മരിച്ചില്ല, അതേ അമ്മ മറിയം നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു വെട്ടുകാടും വേളാങ്കണ്ണിയും നിനക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ ദൈവപുത്രനായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി തിരുവചന പ്രകാരം മരിച്ചു, തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു, തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ആ യേശു കർത്താവിന്റെ നാമത്തിൽ പാപക്ഷമയുണ്ട്, ശാപങ്ങളിൽ നിന്നുള്ള വിടുതലുണ്ട്. കർത്താവ് നിന്നെ വിളിച്ചത് കരയാനല്ല, നിരാശയിൽ ജീവിക്കാനല്ല, തൊലയാനല്ല, സ്തോത്രം ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാനല്ല, ലൈഫ് താഴെ നിന്ന് താഴേക്ക് പോകുവാനല്ല, കണ്ണുനീരെന്ന് മാറുമോ എന്ന് വിലാപഗാനം പാടാനല്ല, കണ്ണുനീർ മാറി വേദനകൾ നോ സ്റ്റോപ്പ് ഇറ്റ്. 5 അധ്യായം വിലാപങ്ങൾ ഉണ്ടെങ്കിൽ, 5 അധ്യായം ബൈബിളിൽ വിലാപമുണ്ടെങ്കിൽ സ്തോത്രം പറ, 150 അധ്യായം സങ്കീർത്തനമുണ്ട്. ഹല്ലേലൂയ. ലൈഫിന്റെ താഴ്വരയിലൂടെ, ജീവിതത്തിന്റെ താഴ്വരയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഗ്യാരണ്ടിയാ ഞാൻ പറയട്ടെ, കണ്ണുനീരിന്റെ, തകർച്ചയുടെ, വ്യഥയുടെ, നിന്ദയുടെ, അപമാനത്തിന്റെ താഴ്വരയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ ആ താഴ്വരയിൽ നീ തൊലഞ്ഞു പോകത്തില്ല. കാരണം താഴ്വരയിൽ കടക്കുമ്പോൾ നീ താഴ്വരയിലെ താമര പൂവിനെ കാണും. ഓ, എത്രയൊക്കെ മനസ്സിലായി? താഴ്വരയിലൂടെ കടക്കുമ്പോൾ while you are crossing the valley you will meet the lily of the valley. നീ താഴ്വരയിലൂടെ കടക്കുമ്പോൾ താഴ്വരയിലെ താമരപ്പൂവിനെ കാണും. ജീവിതത്തിൽ വേറെ ആർക്കുമില്ലാത്ത താഴ്വരകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കണം, പള്ളിയിലും മറ്റ് സ്ഥാനങ്ങളിലും ഇല്ലാത്ത വേറെ ആരെക്കാളും കർത്താവ് നിന്നോട് അടുക്കലായിരിക്കും. അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ തിരുവചനം പറയുന്നു, കാരണം കൂടാത്ത ശാപം ഫലിക്കയില്ല. എവിടെ എഴുതിയിരിക്കുന്നു? സദൃശവാക്യം 26:2 പറയുന്നു, ഓ ഇഫ് there is no cause there won't be any curse. ഒരു കാരണമില്ലെങ്കിൽ ഒരിക്കലും സ്തോത്രം ശാപത്തിന് വന്ന് നിൽപ്പാൻ കഴിയത്തില്ല. എന്റെ വലതുവശത്ത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 അതേ കസേരകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. സ്തോത്രം. അത് 14 രക്ഷയുടെ സംഖ്യയാണ്, 14 വീണ്ടെടുപ്പിന്റെ സംഖ്യയാണ്, 14 വിടുതലിന്റെ സംഖ്യയാണ്. പുറത്ത് നിന്ന് കാലി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കാം. ഒഴിഞ്ഞ കസേരയാണെങ്കിൽ ആർക്കെങ്കിലും വന്നിരിക്കാം എന്നുള്ളതുപോലെ കാരണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ശാപം വന്നിരിക്കും. ഒരിക്കൽ കൂടെ മിണ്ടത്തില്ല. കാരണം എവിടെയുണ്ടോ അവിടെ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, 45 കൊല്ലം മുമ്പ് സ്നാനപ്പെട്ടു 35 വർഷമായിട്ട് അന്യഭാഷ കാണാതെ പഠിച്ചു പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നേരെ ചൊവ്വേ ജീവിക്കണം. ഞാൻ വീണ്ടും പറയട്ടെ, നേരെ ചൊവ്വേ ജീവിക്കണം. ജീവിതമുള്ളവനെ ചേർപ്പാൻ യേശു വീണ്ടും വരുന്നു.
പ്രസംഗിക്കാൻ അറിയാവുന്നവനെ ചേർക്കാനല്ല യേശു വരുന്നത്. ബയലോ, ചർച്ചിന്റെ ബയലോ കാണാതെ പഠിച്ചവനെ ചേർക്കാനല്ല യേശു വരുന്നത്. എനിക്ക് ആ ബ്രദറിനെയും ഈ പ്രവാചകനെയും മറ്റേ പാസ്റ്ററെയും അറിയാം എന്ന് പറഞ്ഞ് ഫോണിൽ വല്ലവന്റെ നമ്പർ സേവ് ചെയ്തവനെ ചേർക്കാനല്ല യേശു വരുന്നത്. നിനക്ക് മനുഷ്യനെ ഒത്തിരി പേരെ അറിയാം, നിനക്ക് പ്രാസംഗികരെ ഒത്തിരി പേരെ അറിയാം, നിനക്ക് ബ്രദർമാരെ ഒത്തിരി പേരെ അറിയാം. നിനക്ക് അറിയാത്ത ഒരുവനുണ്ട്, യേശു. യേശുവിനെ അറിയാമോ? യേശുവിനെ അറിയാമോ? നിനക്ക് ചർച്ചിനെ അറിയാം. എപ്പ കൈയടിക്കണമെന്ന് നിനക്കറിയാം, എപ്പ കൈ പൊക്കണമെന്ന് നിനക്കറിയാം, എപ്പോ ഒച്ചത്തിൽ പാടണമെന്ന് നിനക്കറിയാം, എപ്പ എഴുന്നേറ്റ് നിൽക്കണമെന്നറിയാം, എപ്പ ഇരിക്കണമെന്ന് നിനക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഡു യു നോ ജീസസ്? നിനക്ക് യേശുവിനെ അറിയാമോ? നിനക്ക് യേശുവിനെ അറിയാമോ? നിനക്ക് ഒത്തിരി പേരുമായി കണക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒത്തിരി പേരെ അറിയാം, നിങ്ങൾ നല്ല ദൈവമക്കളാണ്, ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു. പക്ഷെ ഇന്ന് രാത്രി കർത്താവായ യേശുമായി അല്പം കൂടെ ചേർന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അതേ കാരണമില്ലെങ്കിൽ ശാപങ്ങൾക്ക് വന്നിരിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. ഇതൊരു കുളമെന്ന് വിചാരിക്ക്. ഈ കുളത്തിലൊരു വൃക്ഷം ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്. മാനത്തിലൊരു പറവ പറക്കുന്നുണ്ട്. പറവ പറയും, എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം, പക്ഷേ ഈ കുളത്തിൽ മുഴുവൻ വെള്ളമാണല്ലോ, എനിക്ക് വന്നിരിപ്പാൻ കഴിയത്തില്ല. അപ്പോഴേതാ വളർന്നു നിൽക്കുന്ന വൃക്ഷത്തെ കാണുമ്പോൾ ആ പറവയ്ക്ക് തോന്നും, ഞാൻ വന്ന് ഇതിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വളർന്നു നിൽക്കുന്നതായ ആ വൃക്ഷത്തിൽ വന്ന പറവ വന്നിരിക്കുന്നത് പോലെ നിന്റെ ജീവിതമാകും കുളത്തിൽ അതേ ശാപം വന്നിരിപ്പാൻ വല്ല കാരണവും കൊടുത്താൽ, നിന്റെ ശുശ്രൂഷയാകുന്ന കുളത്തിൽ, നിന്റെ സഭയാകുന്ന കുളത്തിൽ ശാപം വന്നിരിപ്പാൻ വല്ല കാരണവും വന്നിരുന്നാൽ ഒത്തു. അതുകൊണ്ട് ഇന്ന് രാത്രി വേരോടെ ആ കാരണങ്ങൾ പറഞ്ഞു പോകുമ്പോൾ കുരുകൾ പാറിപ്പോകുന്നത് പോലെ, മീവൽ പക്ഷി പറന്നു പോകുന്നത് പോലെ സകല ശാപങ്ങളും പറന്നു പോകുവാൻ ഇടയാകും. കാരണം വേദപുസ്തകം പറയുന്നു, ശാപം, സ്തോത്രം, കാരണമുണ്ടോ? കാരണമുണ്ടെങ്കിൽ ശാപം ഭരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കാരണം കൂടാതെ യേശുവിന്റെ രക്തത്തിൽ മറഞ്ഞ് കർത്താവിന്റെ മഹത്വത്തിൽ മറഞ്ഞ് കൃപയിൽ ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. 4 കാരണം പറഞ്ഞ്, നാളെ ഞായറാഴ്ചയാണ്, എനിക്ക് പല സർവീസ് ഉണ്ട്, നിങ്ങൾക്ക് ഒറ്റ സർവീസേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് പിരിവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അതെ, ശാപം മനുഷ്യ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒന്നാമത്തെ കാര്യം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ പറയുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, എക്സഡസ് 20, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ പറയുന്നു, ശാപം വന്നിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ശാപം വന്നിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുന്നത്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. പെട്ടെന്ന് വായിക്കുക. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. 1000 തലമുറ വരെ ദയ കാണിക്കുന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 4000 വർഷങ്ങൾക്ക് മുമ്പ് സീനായി മലയിൽ കർത്താവ് ഇറങ്ങി വരികയാണ്. അതിന്റെ മറ്റൊരു പേരാണ് ഹോരേബ് പർവ്വതം. ഹോരേബ് പർവ്വതത്തിൽ ദൈവം ഇറങ്ങുന്നതായ സമയത്ത് 144-ാം സങ്കീർത്തന 4-ാം വാക്യം പറയുന്നു, ഒരു കുഞ്ഞാട് തുള്ളുന്നത് പോലെ ആ പർവ്വതം മുഴുവൻ നിന്ന് തുള്ളുന്നു. കാരണം ഭൂമി കുലുക്കം അവിടെ ഉണ്ടാകുകയാണ്. കർത്താവ് എവിടെ ഇറങ്ങുന്നു അവിടെ എല്ലായിടത്തും ഭൂമി കുലുക്കം ഉണ്ടാകാൻ. തിരുവനന്തപുരത്തും ഒരു സ്പിരിച്വൽ ഭൂമി കുലുക്കം ഈ മണിക്കൂറുകൾ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവമില്ലാത്ത സകലതും പൊട്ടിപ്പൊളിഞ്ഞ് പാളിഷായി നിലത്ത് വീഴുന്നത് ഈ തലമുറ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുമായിരുന്നല്ലോ. ആകാശം സ്പർശിക്കത്തക്ക ക്രമത്തിൽ അവിടെ ഇതാ ഭൂമി കുലുക്കത്തിന്റെ മധ്യത്തിൽ തീ കത്തിപ്പടരുന്നു, കാഹളനാദം ഉയരുന്നു. അതിന്റെ നടുവിൽ നിന്ന് 10 കൽപ്പന ദൈവം മോശയിലൂടെ ഇസ്രായേലിന് കൈമാറുകയാണ്. ഞാൻ അല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകല്ല. ദൈവത്തെ വിട്ടിട്ട്, സത്യ ദൈവത്തെ വിട്ടിട്ട്, ആത്മാവാം ദൈവത്തെ വിട്ടിട്ട്, സൃഷ്ടി കർത്താവായ ദൈവത്തെ വിട്ടിട്ട് സൃഷ്ടിയെ ഭജിച്ചാൽ അവിടെ ശാപം വരുമെന്ന് വേദപുസ്തകം പറയുന്നു. എത്ര നാളാണ് ശാപം വരുന്നത്? അതെ, ഏതേലും അന്യ ആരാധനയുടെ പിന്നാലെ കടന്നുപോയാൽ, വർഗീസ് പുണ്യവാളനാകട്ടെ, വേറെ ഏതെങ്കിലും വ്യക്തികളാകട്ടെ, വേറെ ഏതെങ്കിലും അപ്പച്ചനാകട്ടെ, അമ്മച്ചിയാകട്ടെ, അതേ സ്തോത്രം, അത് ദൈവത്തിന്റെ ഹൃദയത്തെ തകർക്കുന്നത് കൊണ്ട്
ദൈവത്തിനെ ത്യജിച്ചിട്ട് അന്യാരാധനയുടെ പിന്നാലെ പോയാൽ വേദപുസ്തകം പറയുന്നു 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ സ്തോത്രം അവിടെ ശാപം കടന്നു വരും. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അപ്പച്ചന്മാർ, നമ്മുടെ അമ്മച്ചിമാർ 4 തലമുറ വരെയുള്ളവർ ആരുടെയൊക്കെ മുൻപിൽ മുട്ടുമടക്കി എവിടെയൊക്കെ യാത്ര ചെയ്തു, എന്തിനെയൊക്കെ സേവിച്ചു, ഏതൊക്കെ ക്രമത്തിൽ അവർ ഏതൊക്കെ ദൈവങ്ങളെ നോക്കി നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ 4-ാമത്തെയും 3-ാമത്തെയും തലമുറ വരെ ഞാൻ അവരെ സന്ദർശിക്കും എന്ന് ദൈവം പറഞ്ഞുവെങ്കിൽ 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ ശാപം കടന്നു വരും. പോയിന്റ് ഇതാണ്. നമ്പർ 1, സ്തോത്രം, അതേ പാരമ്പര്യം നിമിത്തം, വ്യർത്ഥ പാരമ്പര്യം നിമിത്തം ശാപം കടന്നു വരുന്നു. വ്യർത്ഥ പാരമ്പര്യം നിമിത്തം ശാപം കടന്നു വരുന്നു. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കണ്ട തീയ വെള്ളം നിന്റെ മക്കളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങൾ അനുഭവിച്ചതായ പ്രതിസന്ധി നിന്റെ കുഞ്ഞിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നിങ്ങൾ അതേ ആഗ്രഹിക്കുന്നു എങ്കിൽ, എങ്ങനെയെങ്കിലും അല്ല ആരാധിക്കേണ്ടത്, ആരാധിക്കേണ്ടവനെ ആരാധിച്ചാട്ടെ. എങ്ങനെയെങ്കിലുമല്ല ജീവിക്കേണ്ടത്, പുസ്തകം അനുസരിച്ച് ജീവിച്ചാട്ടെ. എങ്ങനെയെങ്കിലുമല്ല, എവിടെയെങ്കിലുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. എവിടെയാണോ വേദപുസ്തകം പ്രസംഗിക്കുന്നത്, ഏത് കൂട്ടായ്മയിലാണോ പരിശുദ്ധാത്മാവ് ചലിക്കുന്നത്, ഞാൻ ആവർത്തിക്കുന്നു, എവിടെയാണോ വേദപുസ്തകം പ്രസംഗിക്കുന്നത്, എവിടെയാണോ പരിശുദ്ധാത്മാവ് ചലിക്കുന്നത്, അവണ്ണമുള്ള കൂട്ടായ്മകളിൽ പോയി ദൈവത്തെ ആരാധിച്ചു നോക്ക്. എപ്പ പാരമ്പര്യ ശാപം പൊട്ടി എന്ന് ചോദിച്ചാൽ മതി. ഇന്ന് രാത്രി യേശുവിന്റെ നാമം, കരങ്ങളെ അടിച്ച് നന്നായി 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 നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാപിക്കുകയാണ്. ഞാനും പ്രാപിക്കാൻ വേണ്ടിയാ വന്നത്. ഞാനും നിങ്ങളുടെ മധ്യത്തിൽ പ്രസംഗിക്കാനല്ല വന്നത്. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാപിക്കണം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തിരുവനന്തപുരം ദേശ അധിപതി വാദിച്ചു നിൽക്കുന്നതായ സകല പാരമ്പര്യ ശാപങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറണം. പകരം കല്ലയം ദേശം അനുഗ്രഹത്തിന്റെ ദേശമെന്ന് ദൈവകൃപയിൽ ഈ രാത്രി വിടുതൽ നമ്മൾ ഏറ്റെടുക്കണം. വട്ടപ്പാറയിൽ നിന്നാണോ നിങ്ങൾ വന്നത്? സ്തോത്രം, അതെ 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 അതെ, പേരൂർക്കടയിൽ നിന്നാണോ വന്നത്? അല്ല, നിങ്ങൾ സെന്റ് തോമസ് സ്കൂളിന്റെ ജംഗ്ഷനിൽ നിന്നാണോ വന്നത്? മണ്ണന്തലയിൽ നിന്നാണോ വന്നത്? ഐ ഡോണ്ട് നോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ ദേശത്തിന്റെ ദുരന്തമായി വ്യാപരിക്കുന്ന ശാപം ഉടയുന്നത് നീ ചുമക്കുന്ന അഭിഷേക സാന്നിധ്യം കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയൊരു ട്രെൻഡ് ദേശത്തിൽ ദൈവകൃപയാൽ വെളിപ്പെടട്ടെ. ഞാൻ ആവർത്തിക്കുന്നു, പുതിയൊരു ട്രെൻഡ് ദേശത്തിൽ വെളിപ്പെടട്ടെ. പുതിയൊരു ട്രെൻഡ് ഈ തലസ്ഥാന നഗരിയിൽ വെളിപ്പെടട്ടെ. പുതിയൊരു ട്രെൻഡ് വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ സത്യാരാധനയുടെ പുതിയൊരു ട്രെൻഡ്, കമോൺ, സത്യാരാധനയുടെ പുതിയൊരു ട്രെൻഡ് ഈ പട്ടണത്തിൽ ദൈവകൃപയാൽ വെളിപ്പെടട്ടെ. നിന്നെ തൊട്ട ദൈവം ഈ പട്ടണത്തെ തൊടുവാൻ ആഗ്രഹിക്കുന്നു, ഈ പട്ടണത്തെ വിടിവിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്നെ രക്ഷിച്ച കർത്താവ് ലക്ഷക്കണക്കിന് തിരുവനന്തപുരം നിവാസികളെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. രാജാതി രാജാവ് ഈ തലസ്ഥാന നഗരിയിൽ എഴുന്നേൽക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, പൂർവികർ എവിടെയൊക്കെ മുട്ടുമടക്കി, എവിടെയൊക്കെ തേങ്ങ ഉടച്ചു, ഏതൊക്കെ സ്തോത്രം അതേ വ്യക്തികളെ ആരാധിച്ചു, ഏതൊക്കെ സൃഷ്ടികളെ ആരാധിച്ചു, അത് ദൈവത്തിന്റെ ഹൃദയത്തെ തകർക്കുന്നതാണ്. സ്തോത്രം. എന്റെ പേര് സുരേഷ് ബാബു. ഇവിടെ ബാബു എന്ന് പേരുള്ളവരുണ്ട്, സുരേഷ് എന്ന് പേരുള്ളവരുമുണ്ട്. രണ്ടുപേരും ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്. അവർക്കായി നന്ദിയോടെ സ്തോത്രം. പക്ഷേ നിങ്ങൾ പൊന്മുടിയിൽ വണ്ടി കയറുമ്പോൾ, അല്ലെങ്കിൽ പൊന്മുടിയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, റോഡ് സൈഡിൽ സ്തോത്രം അതി കുരങ്ങനെ ഇരിക്കുകയാണ്. ഒരു കുരങ്ങനെ കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. ആ കുരങ്ങനെ നോക്കിയിട്ട് എന്റെ സുരേഷ് ബാബു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുവോ? അല്ലാതെ നിങ്ങൾ മ്യൂസിയത്തിൽ പോകുകയാണ്, അവിടെ ഒരു ആമയെ കാണുകയാണ്. ആമയെ തിന്നവരല്ല, ആമയെ കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. ആമയെ കണ്ടിട്ടുള്ളവർ. എന്റെ സുരേഷ് ബാബു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടുമോ? ഏതെങ്കിലും പക്ഷിയെ നോക്കി, ഏതെങ്കിലും മൃഗത്തെ നോക്കി ഇതാ ദൈവം ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ? ചിന്തിക്ക്. സ്തോത്രം. ദൈവം സൃഷ്ടിയല്ല, ദൈവം പക്ഷിയല്ല, ദൈവം മൃഗമല്ല, ദൈവം സ്ത്രീയല്ല, ദൈവം പുരുഷനല്ല, ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു. ആത്മാവാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ആത്മാവിന് സത്യത്തിലും ആരാധിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ ദൈവകൃപയാൽ ഹല്ലേലൂയ അവിടെ ശാപം പൊട്ടും, അവിടെ അനുഗ്രഹം കടന്നു വരും. നിന്റെ വീട് സിനിമയുടെ വീടല്ല, സീരിയലിന്റെ വീടല്ല. ആ TV കത്തിപ്പോകട്ടെ, ആ റിമോട്ട് കൺട്രോൾ കാണാതെ പോകട്ടെ. പകരം അത് ആരാധനയുടെ ഭവനമാകട്ടെ. എല്ലാ സന്ധ്യാസമയത്തും ഇന്നു പകൽ മുഴുവൻ എന്ന ഗാനം ഉയരട്ടെ. ഇന്നത്തെ തലമുറയ്ക്ക് ആ പാട്ട് അറിയത്തില്ല. അതിരാവിലെ ആകുമ്പോൾ സ്തോത്രം, അതിരാവിലെ തിരുസന്നിധിയിൽ
ഇന്നത്തെ തലമുറയ്ക്ക് ആ ഗാനവും അറിയത്തില്ല. രാവിലെ പ്രാർത്ഥന, വൈകിട്ടും പ്രാർത്ഥന. രാവിലെ ബെഡ് കോഫി കൊണ്ടും ഇന്റർനെറ്റിൽ ന്യൂസ് കൊണ്ടുമല്ല നീ തുടങ്ങേണ്ടത്. എല്ലാ ദിവസവും രാവിലെ ആരാധിച്ചു തുടങ്ങിയാട്ടെ. എല്ലാ ദിവസവും ആരാധിച്ച് യാത്ര ചെയ്താട്ടെ, ആരാധിച്ച് ജോലി ചെയ്താട്ടെ, ആരാധിച്ച് വാഹനങ്ങളെ ഓടിച്ചാട്ടെ, യാത്ര ചെയ്താട്ടെ. ഇതാ നീ ചലിക്കുന്ന ദൈവത്തിന്റെ ആലയമായി തീരട്ടെ. എന്താ വേണ്ടാത്തെ? നീ ചലിക്കുന്ന ദൈവത്തിന്റെ ആലയമായി തീരട്ടെ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്നു. അല്ലാതെ സൃഷ്ടിയല്ല ആരാധിക്കുന്നത്, സൃഷ്ടികർത്താവിനെ ആരാധിക്കുന്നു. ആ സൃഷ്ടികർത്താവിനെ ആരാധിച്ചാൽ പിതാക്കന്മാർക്ക് പറ്റിയതായ തിന്മ നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങളുടെ മക്കൾക്കും പറ്റത്തില്ല. പിതാക്കന്മാർക്ക് മാതാക്കൾക്കുണ്ടായതായ തകർച്ച നിങ്ങൾ കാണത്തില്ല, നിങ്ങളുടെ മക്കൾക്കും കാണത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് രാത്രി, ഓഹോ നീ ഇന്ന വീട്ടിലാണ് ജനിച്ചതല്ലേ, നീ ഇന്നവന്റെ മോനാണല്ലേ, നീ ഇന്നവളുടെ കൊച്ചുമകനാണല്ലേ എന്ന് പറഞ്ഞ് നിന്റെ ബ്ലഡ് ലൈൻ നോക്കി പാരമ്പര്യത്തിന്റെ അന്ധകാര ശക്തികൾ വ്യർത്ഥ പാരമ്പര്യത്തിന്റെ രോഗങ്ങളായി, വ്യർത്ഥ പാരമ്പര്യത്തിന്റെ പ്രശ്നങ്ങളായി, വ്യർത്ഥ പാരമ്പര്യത്തിന്റെ ശാപങ്ങളായി തലമുറ തലമുറ കൈമാറി, തലമുറ തലമുറ കൈമാറി, തലമുറ തലമുറ കൈമാറി അന്ധകാര ശക്തികൾ തിന്മകളെ ആവർത്തിക്കുന്നെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് മെസ്സിഹയായ നാസറേയനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ ആ തിന്മകളെ ഇന്ന് രാത്രി നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. പോരാ 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 പോരാ. ഇന്ന് രാത്രി ആ തിന്മകളെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. പകരം തിന്മകൾ വരാം, പ്രശ്നങ്ങൾ ഉണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ലോകത്തിൽ തീയുണ്ട്, ലോകത്തിൽ സ്തോത്രം അതേ തിന്മയുണ്ട്, ലോകത്തിൽ തീയുണ്ട്, വെള്ളമുണ്ട്. സഭയ്ക്ക് പലപ്പോഴും മതത്തിൻ്റെതായ വെല്ലുവിളിയുണ്ട്. ദൈവദാസന്മാരെ, ദൈവത്തിന്റെ മക്കളെ, ലോക ജനതയ്ക്ക് ഇല്ലാത്തതായ പോരുകളും പോർക്കളങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ അതിൽ നീ തൊലയത്തില്ല. അത് കഴിയുമ്പോൾ ഒരു ഭയങ്കര റിസൾട്ട് വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പാരമ്പര്യ ശാപം നിനക്കുള്ളതല്ല. നിന്റെ അപ്പൻ വന്നതായ പ്രശ്നത്തിൽ നീ കുടുങ്ങത്തില്ല. നിന്റെ പൂർവികർ, നിന്റെ അമ്മയ്ക്ക് വന്നതായ രോഗം നിനക്കുള്ളതല്ല. ബെസ്റ്റ് ഉദാഹരണം പറയട്ടെ. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമമുണ്ടായി, ഇസ്ഹാക്കിന്റെ കാലത്തും ക്ഷാമമുണ്ടായി. പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം 12. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമമുണ്ടായി, ഇസ്ഹാക്കിന്റെ കാലത്തും ക്ഷാമമുണ്ടായി. ഉൽപ്പത്തി 26. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം സ്തോത്രം അതേ അബ്രഹാം ഈജിപ്തിലേക്ക്, മിസ്രൈമിലേക്ക് ഓടിപ്പോയി. പ്രശ്നം കണ്ട് ഓടുന്ന ആരെങ്കിലും ഉണ്ടോ? വെല്ലുവിളി കണ്ട് ഓടുന്നവർ ആരെങ്കിലും ഉണ്ടോ? വെല്ലുവിളികളും പ്രശ്നങ്ങളും കണ്ട് ഓടുന്നവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ സ്തോത്രം മനസ്സിലാക്കണമേ, പ്രശ്നങ്ങളും വെല്ലുവിളികളും നിങ്ങളെ ഓടിച്ചുകൊണ്ടേ ഇരിക്കും. യേശു കർത്താവ് പ്രശ്നം കണ്ട് ഓടിയില്ല, യേശു കർത്താവ് ക്രൂശ് കണ്ട് ഓടിയില്ല. യേശു ക്രൂശിലേക്ക് ഓടി, ക്രൂശിനെ ജയിച്ചു. വേറെ ആർക്കുമില്ലാത്ത വെല്ലുവിളിയും പ്രശ്നമുണ്ടെങ്കിൽ പറ, എന്റെ മുൻപിൽ അത് വന്നിരിക്കുന്നെങ്കിൽ ഞാനത് ജയിപ്പാൻ വേണ്ടിയാണ് എന്റെ കർത്താവ് എന്റെ മുൻപിൽ അനുവദിച്ചത്. യേശുവിന്റെ നാമത്തിൽ ഈ വെല്ലുവിളിയിൽ നീ തൊലയത്തില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വേറെ ആർക്കുമില്ലാത്ത കണ്ണുനീര്, വേറെ ആർക്കുമില്ലാത്ത കുരുക്കുകൾ നിനക്കുണ്ടെങ്കിൽ, വേറെ ആർക്കുമില്ലാത്ത ജയം, വേറെ ആർക്കുമില്ലാത്ത വിടുതൽ, വേറെ ആർക്കുമില്ലാത്ത ഒരു സാക്ഷ്യം ദൈവം നിനക്കായി കരുതിയിട്ടുണ്ട്. എന്നാൽ അബ്രഹാമിനെ പറ്റിയത്, അവൻ പ്രശ്നം കണ്ടിട്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയി ഹാഗറിനെ കിട്ടി. ആ ഹാഗറിൽ ഉണ്ടായതാണ് ഇഷ്മായേൽ. ആ തലവേദന ഇന്നും തീർന്നിട്ടില്ല. പരിഹാസിയായ സ്തോത്രം ഇഷ്മായേൽ ഉണ്ടായി, ചൊറിയൻ ഇഷ്മായേൽ ഉണ്ടായി. ആ പ്രോബ്ലം ഇന്നും തീർന്നിട്ടില്ല. അപ്പന്റെ കാലത്ത് പ്രശ്നമുണ്ടായി, അതേ സ്തോത്രം ക്ഷാമം ഈ അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമമുണ്ടായി. അബ്രഹാം ആ പ്രശ്നത്തിൽ തോറ്റു. എന്നാൽ വേദപുസ്തകം പറയുന്നു, ദൈവം തലമുറ തലമുറയായി നിന്നെ തോൽപ്പിക്കുന്നവനല്ല. എത്ര പേർ കേൾക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ കല്ലിയത്ത് പുതിയൊരു ട്രെൻഡ് ദൈവം എന്നോട് വാഗ്ദത്തം നൽകിയതാണ്. ഇന്ന് രാത്രിയോടെ, ഈ മീറ്റിങ്ങോടെ ചില കുടുംബങ്ങളിൽ പുതിയൊരു ട്രെൻഡ് ആരംഭിക്കുന്നു. അത് വസ്ത്രത്തിലല്ല, ആഹാരത്തിലല്ല, ആത്മമണ്ഡലത്തിൽ കൈയടിക്കുന്നെങ്കിൽ നന്നായി കൈയടിക്ക. നീ കത്തോലിക്കനാണോ CSI ആണോ? ജീവിതം രക്ഷപ്പെടണമെന്നുള്ളവൻ, ലൈഫ് മാറണമെന്ന് പറയുന്നവൻ മാത്രം കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുക.
അബ്രഹാമിന്റെ കാലത്ത് ഒരു ട്രെൻഡ്, അബ്രഹാമിന്റെ കാലത്ത് ഒരു ക്ഷാമമുണ്ടായി, ഇസഹാക്കിന്റെ കാലത്ത് ക്ഷാമമുണ്ടായി, ഇസഹാക്കിന്റെ കാലത്തും അതുപോലെ ഒരു ക്ഷാമമുണ്ടായി. അബ്രഹാമിനെ ഓടിപ്പിച്ചതായ സ്തോത്രം ക്ഷാമത്തിന്റെ ഭൂതം, ക്ഷാമത്തിന്റെ പ്രശ്നം ഇപ്പൊ പറഞ്ഞു ചെറുക്കനെ ഓടിപ്പിക്കും, ഇസഹാക്കിനെ ഓടിപ്പിക്കും. പക്ഷെ ആ ക്ഷാമത്തിനും ഇസഹാക്കിനും മധ്യത്തിൽ എന്റെ കർത്താവ് ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ആരോടാ ഞാൻ ദൂത് പറയുന്നത്? നിനക്കുള്ള പ്രവചനമാണ്. നിനക്കും നിന്റെ വെല്ലുവിളിക്കും മധ്യത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ ദിവസം ഇറങ്ങി നിൽക്കുകയാണ്. കർത്താവ് ഇറങ്ങി നിൽക്കുന്ന, ഞാൻ ആവർത്തിക്കുന്നു, നിനക്കും നിന്റെ വെല്ലുവിളിക്കും മധ്യത്തിൽ കർത്താവ് ഇതാ ഇറങ്ങി നിൽക്കുകയാണ്. കർത്താവ് അന്ന് രാത്രിയിൽ ഇസഹാക്കിന്റെ മധ്യത്തിൽ ഇറങ്ങി നിന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, എടാ ഇസഹാക്കേ, നിന്റെ അപ്പൻ അബ്രഹാം ഓടിപ്പോയി ഇഷ്മായേൽ ഉണ്ടായല്ലോ, എന്നാൽ നിനക്കതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കയില്ല. നീ ഈ ഗോർഷൻ ദേശത്തിൽ തന്നെ പാർക്കണം. നിനക്ക് വെല്ലുവിളി ഉണ്ട്, ദേശത്തിൽ നിനക്ക് പരിഹാസം ഉണ്ട്, നിനക്ക് പ്രശ്നം ഉണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ എത്രത്തോളം സൂചി കുത്തുന്നോ അത്രത്തോളം ഞാൻ നിന്നെ ഒരു ചിത്ര തയ്യലുള്ള വസ്ത്രമാക്കി. ഓ കം ഓൺ, ആരോട് പറയാൻ? ചിത്ര തയ്യലുള്ള വസ്ത്രമാക്കി ഞാൻ നിന്റെ ഒരു അത്ഭുത വിഷയമാക്കി ഞാൻ നിന്നെ തീർക്കട്ടെ. നീ ഗോർഷൻ ദേശത്ത് തന്നെ നീ പാർക്കണം. അവൻ ആ ഗോർഷൻ ദേശത്തിൽ തുടർന്നു. ഇന്ന് രാത്രി ദേശത്തിന് ആരെയൊക്കെ ഓടിക്കുമെന്ന് അന്ധകാര ശക്തി വെല്ലുവിളിക്കുന്നെങ്കിൽ അവരോടുള്ള ദൂതാണ് പരിശുദ്ധാത്മാ പറയുന്നത്. ഈ ദേശത്തിൽ നിനക്ക് ഒരു അനുഗ്രഹമുണ്ട്, ഈ ദേശത്തിൽ നിനക്കൊരു നന്മയുണ്ട്. പരിഹാസികളുടെ നടുവിൽ അവിടെ വായടപ്പിക്കുന്ന വലിയൊരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്കായി കരുതിയിട്ടുമുണ്ട്. നീ ഗോർഷൻ ദേശത്തിൽ തന്നെ പാർക്കണം. ഇസഹാക്കേ, അവൻ വിശ്വസിച്ചു. ആ ദിവസത്തിൽ ദൈവം സംസാരിച്ചത് നിമിത്തം അവൻ എഴുന്നേറ്റു. അവൻ എഴുന്നേൽക്കുന്നവന്റെ കയ്യിൽ കുറച്ച് വിത്തുണ്ട്. ആ വിത്ത് അവൻ ദേശത്തിൽ വിതച്ചു. ഓർക്കണം, ക്ഷാമമാണ്, വേറെ ഒരുത്തനും വിതയ്ക്കുന്നില്ല, വേറെ ഒരുത്തനും എഴുന്നേൽക്കുന്നില്ല. പക്ഷെ അവൻ എഴുന്നേറ്റു. അവന്റെ കയ്യിൽ വിത്തുണ്ടായിരുന്നു. അവൻ ആ വിത്ത് വിതച്ചു. വേദപുസ്തകം പറയുന്നു, വേറെ ആർക്കുമില്ലാത്ത ഒരു കൊയ്ത്ത്, വേറെ ആർക്കും വേണ്ടേ, വേറെ ആർക്കുമില്ലാത്ത കൊയ്ത്ത് ഇസഹാക്കിന് ഉണ്ടായി. യെസ്, ഹല്ലേലൂയ. അപ്പൻ പ്രശ്നത്തിൽ തോറ്റു, അമ്മ പ്രശ്നത്തിൽ തോറ്റു, എന്നാൽ ചെറുക്കൻ, അടുത്ത തലമുറ ആ പ്രശ്നത്തിൽ ജയിച്ചു എങ്കിൽ, കമാൺ, യെസ്, അപ്പൻ തോറ്റു, അപ്പൂപ്പന്മാർ തോറ്റു, അമ്മച്ചിമാർ തോറ്റു, കഴിഞ്ഞ തലമുറ തോറ്റു. എന്നാൽ പന്ന പിശാച് ഇന്ന് രാത്രി കല്ലയത്ത് കൂടിയിരിക്കുന്ന ദൈവജനമാകുന്ന ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് തോക്കാൻ മനസ്സില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് തോൽക്കാൻ മനസ്സില്ല. യേശുവിന്റെ നാമത്തിൽ അപ്പന് വന്ന പരാജയം നിനക്ക് വരത്തില്ല. അമ്മയ്ക്ക് വന്ന പരാജയം നിനക്കുള്ളതല്ല. അപ്പനുള്ള സ്ട്രോക്ക് നിനക്കുള്ളതല്ല. അപ്പനുള്ളതായ ക്യാൻസർ നിനക്കുള്ളതല്ല. അമ്മയ്ക്കുള്ളതായ രോഗം നിനക്കുള്ളതല്ല. നിന്റെ വീട്ടിൽ രോഗ കിടക്കകളില്ല. നിന്റെ വീട്ടിൽ ഉറക്ക കിടക്കകൾ മാത്രമേ ഉള്ളൂ. ഓ ലോർഡ്, ആരെങ്കിലും എന്നോടൊന്ന് പ്രസംഗിക്ക്. കമാൺ, നിന്റെ വീട്ടിൽ രോഗ കിടക്കകളില്ല. ഇന്ന് രാത്രി ആ വീടുകളിൽ നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ആ വീട്ടിൽ ദൂതന്മാർ ഇറങ്ങി നടക്കുന്നേ. ആ വീട്ടിൽ ദൂതന്മാർ ഇറങ്ങി നടക്കുന്നേ. കമാൺ. രോഗക്കിടക്കകളെ കർത്താവ് മാറ്റി വിരിക്കുന്നു. ഇൻ ജീസസ് നെയിം. ഏറ്റെടുക്ക, കരങ്ങൾ അടിച്ച് ഏറ്റെടുക്ക. യെസ്. ശബ്ദം ഉയർത്തി അന്യഭാഷകൾ അല്പനേരമൊന്ന് വായു തുറന്ന് ആരാധിക്ക്. യേശുവിന്റെ നാമത്തിൽ ആരാ കൈയടിച്ച് നിർത്തിയത്? കരങ്ങൾ അടിച്ച്. യെസ്. ജ്വലിക്കുന്ന വിളക്കിൽ ഈച്ചക്കിരിക്കാൻ കഴിയാത്തതുപോലെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നവന്റെ ഭവനത്തിൽ പാരമ്പര്യ ശാപത്തിന്, പാരമ്പര്യ ഭൂതത്തിന് വന്നിരിക്കാൻ കഴിയത്തില്ല. Hallelujah. ആരൊക്കെ പാരമ്പര്യ ശാപം പറഞ്ഞ്, ആരൊക്കെ ഒരു പാരമ്പര്യ ഭൂതം പറഞ്ഞ്, പാരമ്പര്യ ബന്ധനങ്ങളെ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് പാരമ്പര്യ അനുഗ്രഹമാണ്. ആരൊക്കെ അമ്മയും പറഞ്ഞു? പാരമ്പര്യ അനുഗ്രഹമാണ്. തിരുവചനം പറയുന്നു, അത് അബ്രഹാം കാണാത്ത ഒരു കൊയ്ത്ത് ഇസഹാക്ക് കണ്ടു എന്ന്.
ഓ, ഒരിക്കൽ കൂടെ. അബ്രഹാം കാണാത്ത കൊയ്ത്ത് ഇസഹാക്ക് കണ്ടെങ്കിൽ, മാതാപിതാക്കളെ നിങ്ങൾ കാണാത്ത അനുഗ്രഹം നിന്റെ തലമുറ കാണുവാൻ പോകുന്നു. ആഹാ ആഹാ, നിങ്ങൾ കാണാത്തതായ അഭിഷേകം നിന്റെ തലമുറ ചുമക്കുവാൻ പോകുന്നു. നിങ്ങൾ ചെയ്യാത്ത ഒരു ശുശ്രൂഷ നിന്റെ തലമുറ ചെയ്തെടുപ്പാൻ വേണ്ടി പോകുന്നു. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കല്ലയത്തെ ഒരു മിഷണറി ദേശമായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കൈയടിക്കുന്നേ, നല്ല കൈയടിക്ക. ആരാ ഈ ദേശത്തിന് പേരിട്ടത്? കല്ല്. കല്ല്. ഇവിടെ വിതച്ച ഒന്നും കിട്ടത്തില്ല. ഇത് കല്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മഴ പെയ്യ. ഇന്ന് രാത്രി ഈ പാറകളെ പൊട്ടിക്കുന്ന, ഈ കല്ലുകളെ പൊട്ടിക്കുന്ന, ഇതിനെ ഫെർട്ടൈൽ ലാൻഡ് ആക്കുന്ന, ഇതിനെ ഫെർട്ടൈലായി ഫലഭൂയിഷ്ടമായ ദൈവദാസന്മാർ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ഫെർട്ടൈൽ ലാൻഡ് ആക്കുന്ന ഏത് ദേശത്തിന്, ഈ ദേശത്തിന് ഏത് വീട്ടിൽ നീ കയറി ചെന്നാലും ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നത് ഇന്ന് രാത്രിക്ക് ശേഷം നീ കാണാൻ പോവാ. കഴിഞ്ഞ നാളുകളെ സഭായോഗം പോലെ അല്ല നാളത്തെ സഭായോഗം. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ചില കാര്യങ്ങൾ നടക്കുകയാണ്. ഇന്ന് രാത്രി ദൂതന്മാർ ഇറങ്ങിയിരിക്കുക. ദേശത്തിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുക. ഗോർശൻ ദേശത്തൊരു കൊയ്ത്തുപാട്ട്, ഗോർശൻ ദേശത്തൊരു കൊയ്ത്തുപാട്ട്. ഇസഹാക്ക് എഴുന്നേറ്റ് വിതച്ചത് നിമിത്തം ഗോർശൻ ദേശത്തൊരു കൊയ്ത്തുപാട്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇലക്ഷൻ പാട്ടല്ല, ഇൻകിലാബ് സിന്ദാബാദ് അല്ല ഈ പട്ടണത്തിൽ വെളിപ്പെടുന്നത്. തിരുവനന്തപുരംകാർ കേൾക്കണം കേട്ടാ. ഓ, ഇതൊരു കൊയ്ത്ത് പാട്ട്. Come on, change your tune, change your language. Oh, hallelujah. ഒരു കൊയ്ത്ത് പാട്ട് ദൈവകൃപയാൽ വെളിപ്പെടട്ടെ in Jesus name. Number one, അന്യ ദൈവങ്ങളെ സേവിച്ചാൽ അന്യ ദൈവങ്ങളെ സേവിക്കുന്നവരുടെ വേദന വർദ്ധിക്കും. മീനിങ്, അന്യ ദൈവങ്ങളെ സേവിക്കുന്ന നിമിത്തം സ്തോത്രം ശാപം പെരുകുമെന്ന്. സത്യ ദൈവത്തെ ഒന്ന് ആരാധിച്ചു നോക്ക്. സ്തോത്രം. അതെ, നീ മാത്രമല്ല വിടിവിക്കപ്പെടുന്നത്, നിന്റെ തലമുറയും വിടിവിക്കപ്പെട്. സ്തോത്രം. കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ച്. നമ്പർ 2, രണ്ടാമത് ശാപം കടന്നു വരുന്ന റീസൺ സദൃശവാക്യം 3:33 പറയുന്നു. സദൃശവാക്യം 3:33. സദൃശവാക്യം 3:33. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. ദുഷ്ടന്റെ വീട്ടിൽ ശാപം ഉണ്ട്. അർത്ഥം, പാപിയുടെ വീട്ടിൽ ശാപമുണ്ട്. കൈക്കൂലി വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നവന്റെ വീട്ടിൽ ശാപമുണ്ട്. അന്യന്റേത് ദ്രോഹിച്ചെടുക്കുന്നവന്റെ വീട്ടിൽ ശാപമുണ്ട്. കള്ളക്കണക്കെഴുതുന്നവന്റെ വീട്ടിൽ ശാപമുണ്ട്. കള്ളസാക്ഷി പറയുന്നവന്റെ വീട്ടിൽ ശാപമുണ്ട്. മദ്യം വാങ്ങി അലമാരയിൽ എവിടെയോ, അതേ ആരും കണ്ടില്ലെന്ന് പറഞ്ഞ് ഒളിച്ചു വച്ചിട്ട് ഇന്ന് രാത്രി കേൾക്കുന്നവന്റെ വീട്ടിൽ അതേ ശാപമുണ്ട്. മനുഷ്യൻ കണ്ടില്ല, കാണേണ്ടവൻ കണ്ടു. കാണേണ്ടവൻ കണ്ടു. ഓ, മനുഷ്യനെ നിനക്ക് ഒളിക്കാം. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവത്തെ എനിക്കും നിനക്കും ഒരിക്കലും ഒളിക്കുവാൻ കഴിയത്തില്ല. ദുഷ്ടന്റെ വീട്ടിൽ ശാപമുണ്ട്. നീതിമാന്റെ വാസസ്ഥലത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പാപിയുടെ വീട്ടിൽ പോയി നോക്കിയാൽ മതി, അവിടെ ശാപം കാണുവാൻ കഴിയും. ഒന്നാമത്തെ പാപി അപ്പുറത്ത് ആദാം ദൈവത്തിന് മുൻപിൽ പാപം ചെയ്തു. ആദാം ദൈവത്തിന് മുൻപിൽ പാപം ചെയ്ത നിമിത്തം അവന്റെ തേജസ്സിന്റെ വസ്ത്രം, സ്തോത്രം, അതെ, നഷ്ടപ്പെട്ടു. തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോ കാട്ടത്തി ഇല കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് അവൻ നടത്തി നോക്കി. ഇന്ന് രാത്രി ഞാൻ ഒരു വാർണിംഗ് നൽകട്ടെ. നിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഒരിക്കലും കാര്യത്തിൽ രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതെല്ലാം പരാജയപ്പെടും. നിന്റെ അഡ്ജസ്റ്റ്മെന്റ് പരാജയപ്പെടും. എന്നാൽ സൊല്യൂഷൻ മേക്കറാണ്, പരിഹാരം നിർമ്മിക്കുന്നവൻ സ്വർഗത്തിലെ കർത്താവാണ്. ആദാം ദൈവത്തിന് മുൻപിൽ പാപം ചെയ്തു. അവന്റെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. അവന്റെ തലമുറയിൽ നോക്ക്. മൂത്തവൻ, സ്തോത്രം, കയീൻ രണ്ടാമത്തവനെ കൊന്നുകളഞ്ഞു. മൂത്ത ജ്യേഷ്ഠ സഹോദരൻ രണ്ടാമത്തവനെ കൊന്നുകളഞ്ഞു. പല പള്ളികളിൽ അതല്ലേ നടക്കുന്നത്? പല സഭകളിൽ അതല്ലേ നടക്കുന്നത്? വളർന്നു വരുന്ന അടുത്ത തലമുറയെ ജ്യേഷ്ഠ സഹോദരന്മാരും സഹോദരിമാരും കൊല്ലുന്നതല്ലേ ഇന്ന് ഈ പടവലങ്ങ പോലെ വളഞ്ഞു കിടക്കുന്ന സംസ്ഥാനത്ത് നമ്മൾ കാണുന്നത്? ഇന്ത്യയിലെ 19 സംസ്ഥാനത്തിൽ
എല്ലാ ആഴ്ചകളിലും സഞ്ചരിക്കുന്നവനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നോട് കൂടെ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ തെലുങ്കാനയിലോ മഹാരാഷ്ട്രയിലോ ഗുജറാത്തിലോ പഞ്ചാബിലോ കേരള അവിടെ കടന്നു വന്നാൽ നിങ്ങൾക്ക് കാണുവാൻ തൊക്കണം കഴിയും. 10,000-കണക്കിന് ജനം രക്ഷിക്കപ്പെടുന്നത്, ആയിരക്കണക്കിന് സഭകൾ വളരുന്നത്, അപ്പോസ്തല പ്രവൃത്തിയുടെ ഓരോ അധ്യായങ്ങൾ ഓരോ ഗ്രാമങ്ങളിൽ ഓരോ പ്രദേശങ്ങളിൽ ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പക്ഷേ വാഴുന്നു ഫറവോന്മാർ. എവിടെ? കൊച്ചു കേരളത്തിൽ വാഴുന്നു ഹെരോദാക്കന്മാർ. വളർന്നു വരുന്ന ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ഹെരോദാക്കന്മാർ ഈ സംസ്ഥാനത്ത് വാഴുന്നു. കയ്യഫാവിന്റെ ആത്മാവ്, ഹന്നാവിന്റെ ആത്മാവ് ഈ സ്തോത്രമതേ സംസ്ഥാനത്തിലുണ്ട്. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തെ നോക്കി ഞാൻ പറയട്ടെ, ആത്മീയ നേതൃത്വത്തെ നോക്കി പറയട്ടെ, സഭയിൽ ചലിക്കേണ്ടത് കയ്യഫാവിന്റെ ആത്മാവല്ല, ഹന്നാവിന്റെ ആത്മാവല്ല, പൊളിറ്റീഷ്യൻ പീലാത്തോസിന്റെ ആത്മാവല്ല, ഫറവോന്റെ ആത്മാവല്ല. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ് സഭകളിൽ വ്യാപരിക്കേണ്ടത്. കരങ്ങളെ അടിച്ച് ജനം ദൈവത്തെ ആരാധിച്ച്. മൂത്തവൻ ഇളയന്മാരെ കൊന്നുകളയുന്നു. എന്റെ ഒരു നിലവിളി ഞാൻ പറയട്ടെ, എന്റെ പ്രാർത്ഥനയല്ല, എന്റെ ഒരു നിലവിളി ഞാൻ പറയട്ടെ. ഒരു സുരേഷ് ബാബു അല്ല, ആയിരക്കണക്കിന് സുരേഷ് ബാബുമാർ ഈ പട്ടണത്തിൽ നിന്ന് എഴുന്നേൽക്കണം. കാറ്റടിച്ച് വൃക്ഷങ്ങളെ ഇല ആടുന്നത് പോലെ രോഗരാജ്യങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന, രോഗരാജ്യങ്ങളെ വിറപ്പിക്കുന്നതായ ശക്തന്മാരായ മിഷണറിമാർ, ശക്തന്മാരായ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഈ പട്ടണത്തിൽ നിന്നുണ്ടാകണം. അല്ലാതെ വൺ മാൻ ഷോ അല്ല ക്രിസ്തീയ ശുശ്രൂഷ. പെന്തിക്കോസിന്റെ ബാബ ഞാനാണേ എന്ന് കാണിക്കുന്നതല്ല ക്രിസ്തീയ ശുശ്രൂഷ. ഏതോ അസൂയക്കാരികൾ എന്നെ തുറിച്ചു നോക്കി. ജീവനുള്ളവർ, വേദപുസ്തകം അറിയാവുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. കേട്ടില്ല? ഒരിക്കൽ കൂടെ ശക്തിയോടെ. മൂത്തവൻ ഇളയവനെ കൊന്നുകളയുന്നു. വളർത്താത്തതായ മൂത്ത സഹോദരൻ കയീന്റെ ആത്മാവ് ഹാബേലുമാരെ കൊന്നുകളയുന്നു. എനിക്കില്ലാത്ത അനുഗ്രഹം നിനക്കുണ്ട്, എനിക്കില്ലാത്തതായ ദൈവസാന്നിധ്യം നിനക്കുണ്ടെന്ന് പറഞ്ഞ് മൂത്തവൻ ഇളയവനെ കൊന്നുകളഞ്ഞു. ദൈവകൃപയിൽ പ്രാപിച്ചവൻ നഷ്ടപ്പെട്ട രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, കൃപ പ്രാപിച്ചവൻ അടുത്ത തലമുറയിൽ ദൈവത്തിന് അനുഗ്രഹം ചുമങ്ങേണ്ടവൻ. ഇതാ കുലപാതകന്മാരുടെ പൊളിറ്റിക്സ് കാണണം, കുലപാതകന്മാരുടെ ഗൂഢാലോചന കാരണം ആ ദൈവ സാന്നിധ്യം ചുമക്കേണ്ടവൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്തോത്രം. മൂത്തവനുണ്ടല്ലോ, ഈ പാര പണിതവനുണ്ടല്ലോ, അണ്ണന്മാര്, ഇത് പ്രശ്നം ഉണ്ടാക്കിയ കയ്യന്മാരുണ്ടല്ലോ, ഒന്നിലും ഗുണം പിടിക്കാതെ അലഞ്ഞു നടക്കുന്നു. കയ്യൻ ഊടാടി നടക്കുന്നു, ഒന്നിലും അവൻ ഗുണം പിടിക്കുന്നില്ല. അവൻ ഊടാടി നടക്കുന്നു. മാതാവേ പിതാവേ നിന്റെ വീട്ടിൽ അതാണോ നടക്കുന്നത്? സ്തോത്രം. അതെ, എൻ്റെ കൊച്ചു പഠിച്ചു, പക്ഷെ ഒന്നിലും സക്സസ് ആയില്ല, ഊടാടി നടക്കുകയാണ്. മറ്റവനാണെങ്കിൽ രക്ഷപ്പെട്ടുമില്ല. രക്ഷപ്പെടാത്ത ഒരുത്തനും ഊടാടി നടക്കുന്ന വേറൊരുത്തനും ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അതിനൊരു വിരാമം ഉണ്ടാകണം. ഇന്ന് രാത്രി ദൈവകൃപയാൽ നിന്റെ കുടുംബത്തെ നോക്കി ജനം പറയണം, വേണ്ട നോക്ക്, സേവിക്കുന്നെങ്കിൽ യവന്റെ ദൈവത്തെ സേവിക്കണം, ആരാധിക്കുന്നെങ്കിൽ യവന്റെ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. നിന്റെ ജീവിതം, നിന്റെ വീട്. ഞാന് കൊളംബിയെന്നും കൊറിയയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ഒന്നും വന്നവനല്ല. ഞാൻ ലോക്കൽ ബോയ. ദൈവകൃപയാൽ പറയട്ടെ, ജീവിക്കുന്നെങ്കിൽ നേരെ ജീവിച്ചു പ്രസംഗിക്കണം. എന്റെയും നിന്റെ ജീവിതം 5-ാം സുവിശേഷമാകണം. ആരും മിണ്ടുന്നില്ല. എന്റെയും നിന്റെ ജീവിതം 5-ാം സുവിശേഷമാകണം. 4 സുവിശേഷം വായിക്കാത്തവന്മാർ നമ്മുടെ ജീവിതം കണ്ടു പറയണം, ദൈവം യവന്റെ കൂടെ ഉണ്ട്. യവൻ ഒറ്റയ്ക്കല്ല, ദൈവം യവന്റെ കൂടെ ഉണ്ട്. ദൈവത്തെ സേവിച്ചു നോക്ക്. എപ്പോ അവിടെ ശാപം പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. കഴിഞ്ഞ 200 വർഷം മുമ്പുള്ള ഒരു കുടുംബത്തിന്റെ കേസ് സ്റ്റഡി ഞാൻ പറയാം. 200 വർഷം മുൻപ് അമേരിക്കൻ ഐക്യനാടിൽ നടന്നതായ 2 കുടുംബം. ഒന്ന് ചാൾസ് ഡ്യൂക്ക് എന്ന പേരുള്ളതായ ഒരു നിരീശ്വരൻ. മറ്റൊന്ന് സ്തോത്രം, അതേ ഇവാഞ്ചലിക്കൽ റിവൈവലിന് വേണ്ടി ദൈവം ഉപയോഗിച്ചതായ എഡ്വേർഡ് ജോനഥാനും ചാൾസ് ഡ്യൂക്കും ഒരേ സമകാലികളായിരുന്നു, ഒരേ പള്ളിയിൽ അംഗങ്ങളായിരുന്നു. ആ പിള്ളേരിങ്ങനെ വളർന്നു വന്നു. ചാൾസ് ഡ്യൂക്കും സ്തോത്രം എഡ്വേർഡ് ജോനാഥാൻ സൺഡേ സ്കൂളിൽ യൂത്ത് മീറ്റിങ്ങിന് സഭായോഗത്തിനൊക്കെ ആക്റ്റീവായി ഇങ്ങനെ പടർന്നു വന്നപ്പോൾ മറ്റവനുണ്ടല്ലോ സ്തോത്രം ഉത്സാഹത്തിൽ മടുപ്പ് വന്ന് അവന്റെ നടപ്പില് മടുപ്പുണ്ടായി. ഇന്ന് രാത്രി സഭായോഗത്തിന് വരുമ്പോൾ മടി കാണിക്കുന്ന ചെറുക്കന്മാരും ചെറുക്കികളും നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നീ ഉടനെ മനസ്സിലാക്കണം, അവർ പിന്മാറ്റത്തിന്റെ ഹൈവേയിലാണ്.
എന്താ മിണ്ടാതിരിക്കുന്ന ഉള്ള കാര്യം പറഞ്ഞപ്പോ ആ പിള്ളേര് പിന്മാറ്റത്തിൽ ഹൈവേയിലാണ്. അവർക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചോളണം, ഇല്ലെങ്കിൽ പിന്നത്തേതിൽ പ്രാർത്ഥിച്ചാൽ കാര്യമില്ല. ഭാരം നടക്കേണ്ട വഴിയിലല്ല അവനെ നടത്തേണ്ടത്, നടക്കേണ്ടുന്നുള്ള വഴിയിലാണ് അവനെ നടത്തേണ്ടത്. സ്തോത്രം. എന്താ സംഭവിച്ചത്? ചാൾസ് ഡ്യൂക്ക് ദൈവ സഭയിൽ വരാതെയായി ബീഡിയും സിഗരറ്റും ചുരുട്ടും ഉപയോഗിച്ചു. മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും മദിരാക്ഷിയിലേക്കും അതേ അവന്റെ ജീവിതം അവൻ തിരിച്ചുവിട്ടു. കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ മക്കളും ഉണ്ടായി. സ്തോത്രം. 200 വർഷത്തെ കേസ് സ്റ്റഡി. ദൈവമില്ലാത്തവന്റെ വീട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ 200 വർഷത്തെ ആ വീടിന്റെ ചരിത്രം നോക്കുമ്പോൾ ആ വീട്ടിൽ ദൈവമില്ലാത്തവന്റെ വീട്ടിൽ മിക്കവാറും പേർക്ക് ഹ്രസ്വായുസാണ്. 40കളൊന്നും എത്തുന്നില്ല. അതിനു മുമ്പ് തന്നെ തട്ടിപ്പോകുകയാണ്. ബാക്കിയുള്ളതെല്ലാം ജയിലിലാണ്, പോലീസ് കേസിലാണ്, ആത്മഹത്യയിലാണ്, ഗർഭഛിദ്രത്തിലാണ്. അങ്ങനെ പ്രശ്നത്തിന്മേൽ പ്രശ്നം. ചിലന്തി വല കെട്ടിയിരിക്കുന്നത് പോലെ ദൈവമില്ലാത്ത കുടുംബം ഇതാ കുടുങ്ങിക്കിടക്കുകയാണ്. ഒന്ന് മാറി പ്രശ്നത്തിന്മേൽ പ്രശ്നമെന്ന് പറഞ്ഞ് കുടുംബങ്ങൾ ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, ഇത് പ്രസംഗം കേൾക്കേണ്ട ദിവസമല്ല, സുവിശേഷത്തിന്റെ വിടുതൽ ഏറ്റെടുക്കേണ്ട രാത്രിയാണ്. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നമായി ചാൾസ് ഡ്യൂക്കിന്റെ കുടുംബം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് താഴേക്ക് പോയി. എന്നാൽ എഡ്വേർഡ് ജോനഥാൻ ചെറുപ്പത്തിലെ രക്ഷിക്കപ്പെട്ടു. നന്നായി വേദപുസ്തകം വായിച്ചു. ആദ്യം സഭയിൽ പ്രസംഗിച്ചു, പിന്നെ ദേശങ്ങളിൽ പ്രസംഗിച്ചു. അമേരിക്കയുടെ ന്യൂയോർക്ക് തുടങ്ങി കാലിഫോർണിയ വരെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഓടി നടന്ന് പ്രസംഗിച്ച് ഇവാഞ്ചലിക്കൽ റിവൈവലിന് വേണ്ടി ലക്ഷക്കണക്കിന് ആത്മാക്കളെ ദൈവകൃപയിലേക്ക് നേടുവാൻ സ്തോത്രം എഡ്വേർഡ് ജോനഥാനെ ദൈവം ഉപയോഗിച്ചു. ദൈവത്തെ സേവിച്ചവന്റെ വീട്ടിൽ എന്താ ഉണ്ടായത്? ധാരാളം പ്രസിദ്ധരായ ഡോക്ടർമാർ എഴുന്നേറ്റു, ശാസ്ത്രജ്ഞന്മാർ എഴുന്നേറ്റു, എഞ്ചിനീയറിംഗ് സയന്റിസ്റ്റുമാർ എഴുന്നേറ്റു. അവിടെ വക്കീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. ധാരാളം അറ്റോർണിമാർ, വക്കീലുമാർ എഴുന്നേറ്റു. പല കോൺഗ്രസ്മെൻ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് അംഗങ്ങൾ ആ വീട്ടിൽ നിന്ന്, ദൈവദാസന്റെ വീട്ടിൽ നിന്ന് അമേരിക്കൻ പാർലമെന്റ് അംഗങ്ങൾ എഴുന്നേറ്റു. 4 വൈസ് പ്രസിഡന്റുമാർ എഴുന്നേറ്റു. ദുഷ്ടന്റെ വീട്ടിൽ ശാപമുണ്ട്, നീതിമാന്റെ വീട്ടിൽ അനുഗ്രഹമുണ്ട്. ഏറ്റെടുക്കണം മക്കളെ, ഏറ്റെടുത്തേ പറ്റുള്ളൂ. കഥ കേട്ടിരിക്കല്ല. നിന്റെ വീടിന്റെ സ്ഥിതി മാറുവാൻ പോകുകയാണ്. നിന്റെ മക്കളെ എഡ്യൂക്കേഷന്റെ ലെവൽ മാറുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരാധിച്ച് വിടുതൽ ഏറ്റെടുത്തോ. സഭാ ഹാളിനകത്ത് മാത്രമല്ല ജനം അഭിഷേകം പ്രാപിക്കുന്നത്. കഴിഞ്ഞ 35 വർഷം ഞാൻ കണ്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ജനം ഇതുപോലെയുള്ള ഓപ്പൺ എയറിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നത്. ഇന്ന് രാത്രി ശാപങ്ങളെ കത്തിച്ചു കളയുവാൻ, ശാപച്ചങ്ങളെ ഉടയ്ക്കുവാൻ, ശാപ മുഖങ്ങളെ തകർക്കുവാൻ തക്കണം ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി ചലിക്കുമാറാകട്ടെ. ശബ്ദമുയർത്തി വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. പാപിയുടെ വീട്ടിൽ ശാപമുണ്ട്. പറയണം സ്തോത്രം. ഇത് കുറ്റം പറച്ചിലിന്റെ വീടല്ല, ഇത് നിരൂപണത്തിന്റെ വീടല്ല, ഇത് പാർലമെന്റ് ഹൗസ് അല്ല, ഇത് നിയമസഭയല്ല തർക്കിക്കാൻ വാദിക്കാൻ. എന്റെ വീട്ടിൽ തർക്കം ഇല്ല, എന്റെ വീട്ടിൽ വാദം ഇല്ല, എന്റെ വീട്ടിൽ കുറ്റം പറച്ചിലില്ല. എന്റെ വീട് അതേ പത്രം ഓഫീസ് അല്ല മറ്റുള്ളവരുടെ കാര്യം പറയാൻ. ഇത് പ്രാർത്ഥിക്കുന്ന വീടാണ്, ഇത് ഇത് പ്രാർത്ഥിക്കുന്ന വീടാണ്. കമാൻ, ഇത് പ്രാർത്ഥിക്കുന്ന വീടാണ്, ഇത് ആരാധിക്കുന്ന വീടാണ്, ഇത് ദൈവ കൃപയുടെ വീടാണ്. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിന്റെ വീട്ടിൽ നിന്ന് ദൈവകൃപയിൽ വെളിപ്പെടട്ടെ. അങ്ങനെയെങ്കിൽ അബ്രഹാം കാണാത്തത് ഇസഹാക്ക് കണ്ടു, ഇസഹാക്ക് കാണാത്തത് യാക്കോബ് കണ്ടു, യാക്കോബിന് സ്വപ്നം കാണാൻ കഴിയാത്ത ഉയർച്ചയിൽ യോസെഫ് കയറിപ്പോയതുപോലെ യേശുവിന്റെ നാമത്തിൽ സൈന്യത്തിനും ശക്തിക്കും സ്കൂളിനും യൂണിവേഴ്സിറ്റി കഴിയാത്തത് നിന്റെ തലമുറയിൽ ചെയ്ത് അനുഗ്രഹ വിഷയമാക്കുവാൻ ദൈവത്തിന് കഴിയും. ദുഷ്ടന്മാരുടെ വീട്ടിൽ പാപമിരിക്കുമായിരിക്കും, നീതിമാന്റെ വാസസ്ഥലത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നീ കുക്ക് ചെയ്യുന്നതായ ആഹാരത്തിൽ അനുഗ്രഹമുണ്ട്, നീ തിളപ്പിക്കുന്ന ചായക്കും കാപ്പിക്കും അനുഗ്രഹമുണ്ട്, നീ മേടിക്കുന്ന അതേ ശമ്പളത്തിന് അനുഗ്രഹമുണ്ട്. ദുഷ്ടരോഗങ്ങളെ ദൈവം മാറ്റിക്കളയും. ഓ കമാൺ, ഈ മീറ്റിങ്ങിന് ഞാൻ വരാതിരുന്നെങ്കിൽ ഒരു നഷ്ടമായേനെ. കാരണം ഐ സെൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അത് ഇന്ന് മാത്രമല്ല, ഈ തുടർന്നുള്ള വർഷങ്ങളെല്ലാം ചിലതിന് വിടുതലിന്റെ കാരണമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. നിന്റെ വലുതും ചെറുതുമായ വിഷയങ്ങളിൽ പോലും നിനക്ക് ദൈവകൃപയാൽ വിടുതലുണ്ട്. ദുഷ്ടന്റെ വീട്ടിൽ ശാപമുണ്ടെങ്കിൽ നീതിമാന്റെ വാസസ്ഥലത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കരങ്ങളെ അടിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ദൂതന്മാർ ഇറങ്ങി നടക്കുകയാണ്. ആ വീട്ടിൽ വ്യാപരിക്കുന്ന ശാപത്തിന്റെ മാറാലകളെ മുഴുവൻ അടിച്ചു മാറ്റി നിന്റെ വീട്ടിൽ ഒരു ശുദ്ധീകരണം സംഭവിക്കുന്നു.
പാപം ഓടട്ടെ, വ്യഭിചാരം നീങ്ങട്ടെ, അതേ അശുദ്ധി വിട്ടുപോകട്ടെ, റോങ് റിലേഷൻസ് തൊലയട്ടെ. ഹല്ലേലൂയ. നീങ്ങേണ്ടത് നീങ്ങട്ടെ. ജനം ശുദ്ധീകരിക്കപ്പെടട്ടെ, നോട്ടം ശുദ്ധീകരിക്കപ്പെടട്ടെ, വാക്ക് ശുദ്ധീകരിക്കപ്പെടട്ടെ, വാട്സപ്പ് ശുദ്ധീകരിക്കപ്പെടട്ടെ, ചാറ്റ് ശുദ്ധീകരിക്കപ്പെടട്ടെ, അകം ശുദ്ധീകരിക്കപ്പെടട്ടെ. എന്താ മിണ്ടാതിരിക്കുന്നേ ചിലരൊക്കെ? എന്താ കൊഴുക്കട്ട വിഴുങ്ങിയതുപോലെ ചിലതൊക്കെ മിണ്ടാതിരിക്കുന്നേ? ഞാൻ നിന്നോടാ പറയുന്നത്, രഹസ്യ പാപം വിട്ടുപോകട്ടെ, പാപം വിട്ടുപോകട്ടെ. ദുഷ്ടന്റെ വീട്ടിൽ ശാപമുണ്ട്, അർത്ഥം പാപിയുടെ വീട്ടിൽ ശാപമുണ്ട്. വിളിച്ചു പറ, അപ്പാ എനിക്ക് പാപം വേണ്ട, പാപം വേണ്ട, മദ്യം വേണ്ട, മദിരാക്ഷി വേണ്ട, പാപം വേണ്ട, മയക്കുമരുന്ന് വേണ്ട, എനിക്ക് അങ്ങയെ വേണം, എനിക്ക് യേശുവിനെ വേണം. Yes, 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 yes. Hallelujah. Come on, come on, talk to God. ദൈവത്തോട് സംസാരിച്ചിരിക്കുക, ദൈവത്തോട് സംസാരിച്ചിരിക്കുക, ദൈവത്തോട് സംസാരിച്ചിരിക്കുക. നിരാത്രി ക്രമീകരണങ്ങൾ നിന്റെ ലൈഫിൽ, ക്രമീകരണങ്ങൾ നിന്റെ ജീവിതത്തിൽ, ക്രമീകരണങ്ങൾ. ഒരിക്കലുണ്ടായിരുന്ന ആദ്യ സ്നേഹത്തിലേക്ക് ആരോ മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ട ആത്മാവിന്റെ തീ ആരൊക്കെയോ ഏറ്റെടുക്കട്ടെ. അതേ ജീവിതത്തിൽ ഇന്ന് രാത്രി തീരുമാനമെടുക്കട്ടെ. കൂട്ടുകാരുമായിട്ടുള്ള ചുറ്റിക്കളികളിൽ നിന്ന് യുവതി യുവാക്കൾ ഇന്ന് രാത്രി സ്വതന്ത്രമാകട്ടെ. പാപത്തെ ബലഹീനത എന്ന് പറഞ്ഞ് വെള്ളതേക്കാതെ, പാപത്തെ പാപം എന്ന് പറഞ്ഞ് എറിഞ്ഞുകളാ. പാപത്തിൽ നിന്ന് പാപം കണ്ടപ്പോൾ യോസെഫ് ഓടിയത് പോരെ, പാപത്തിൽ നിന്ന് ഓടി മറയുവാൻ ഇന്ന് രാത്രി ഒരു കോൾ, ഇന്ന് രാത്രി ഒരു അതേ വിളി, നിയോഗം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അങ്ങനെയെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന്, അങ്ങനെയെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ വീട്ടിൽ ആരാധന, നിന്റെ വീട്ടിൽ പ്രാർത്ഥന, നിന്റെ വീട്ടിൽ ദൈവിക വിശുദ്ധി ഉണ്ടെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുക. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത്? യെസ്, ഹല്ലേലൂയ. ഒബേദോം എന്ന പേരുള്ള ഒരുവനെ വേദപുസ്തകത്തിൽ നിങ്ങൾക്കറിയാം. ഒബേദോമിന്റെ വീട്ടിൽ അബദ്ധവശാൽ ദൈവത്തിന്റെ നിയമപെട്ടകം വന്നിരുന്നു. എത്ര നാൾ? 3 തലമുറയല്ല, 3 വർഷമല്ല, 3 മാസം. ജസ്റ്റ് 3 മാസം, ജസ്റ്റ് 3 മാസം. 3 മാസം ഒബേദോമിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ നിയമപെട്ടകം ഇരുന്നപ്പോൾ അയൽവാസികൾ മാത്രമല്ല, അങ്ങ് ദൂരെ യെരൂശലേമിൽ ഇരുന്നതായ ദാവീദ് അറിഞ്ഞു യവനെ അനുഗ്രഹിച്ചെന്ന്. ദൈവം യവനെ അനുഗ്രഹിച്ചെന്ന് അങ്ങ് ദൂരെ ഇരുന്നവൻ അറിഞ്ഞെന്ന്. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ദൂത്, ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ ഭൂമിയുടെ അറ്റത്ത് അങ്ങ് ന്യൂസിലൻഡ് മുതൽ അമേരിക്കയിൽ ഇരിക്കുന്നത് വരെ അറിയത്തക്ക നിലയിൽ നിന്റെ അനുഗ്രഹം പ്രസിദ്ധമായിരിക്കും. നിന്റെ അനുഗ്രഹം പ്രസിദ്ധമായിരിക്കും കേട്ടോ. നിന്റെ അനുഗ്രഹം പ്രസിദ്ധമായിരിക്കും. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കർമ്മേലിൽ ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ തീ വീണത് പ്രസിദ്ധമായതുപോലെ നിന്റെ അനുഗ്രഹവും പ്രസിദ്ധമായിരിക്കും. ഓ, ആർക്കും വേണ്ടേ? ഞാൻ കൊണ്ടുപോകാം. നിന്റെ അനുഗ്രഹം രഹസ്യമല്ല. നീ നോട്ടീസ് അടിക്കണ്ട. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് നിന്നെ കാണുന്നവനും നീയുമായി കണക്ട് ചെയ്യുന്നവനും നിന്നെ കണക്ട് ചെയ്യുന്നവനും പറയും, കുട്ടി, നിന്റെ പ്രസംഗത്തിൽ ഒരു അനുഗ്രഹമുണ്ട്, നിന്റെ സാക്ഷ്യത്തിൽ ഒരു അനുഗ്രഹമുണ്ട്, നിന്റെ പാട്ടിൽ ഒരു അനുഗ്രഹമുണ്ട്. അതേ ശാരദ, ഇന്ന് രാത്രി മുതൽ പരിശുദ്ധാത്മാ പറയുന്നു, നീ ഏത് പ്ലാറ്റ്ഫോമിൽ ചവിട്ടിയാലും ജനം പറയും ഇതൊരു സ്പെഷ്യൽ അനുഗ്രഹമാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ തോളത്ത് ശാപത്തിന്റെ കൊരങ്ങനല്ല ഇരിക്കുന്നത്, അനുഗ്രഹത്തിന്റെ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ് ഇരിക്കുന്നത്. യെസ്, യെസ്, നീ എവിടെ പോയാലും അനുഗ്രഹം ചുമന്ന് നടക്കുന്നു. ഹല്ലേലൂയ. ദുഷ്ടന്റെ വീട്ടിൽ ശാപമുണ്ട്. നമ്പർ 1, പാരമ്പര്യം നിമിത്തം ശാപം കടന്നു വരുന്നു. നമ്പർ 2, പാപം നിമിത്തം ശാപം കടന്നു വരുന്നു. നമ്പർ 3, 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 10 മുതൽ താഴേക്ക്. 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 10 മുതൽ താഴേക്ക്. 2 ശമൂവേൽ 12:10 മുതൽ താഴേക്ക്. നീ എന്നെ നിരസിച്ചു ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയാത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാൺകെ ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യമാരോട് കൂടെ ക്ഷയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഈ കാര്യം ഇസ്രായേൽ ഒക്കെയും കാൺകെ സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. ദാവീദ് എന്തു പറഞ്ഞു? അടുത്ത വാക്യം. ദാവീദ് നാഥാനോട്
ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി അതുപോലെ അനുദപിക്കാൻ ആർക്ക് കഴിയും? ഇന്ന് രാത്രി പ്രസംഗം കേൾക്കാൻ എത്ര പേർക്ക് കഴിയുമെന്നല്ല ഞാൻ ചോദിച്ചത്. പ്രസംഗത്തിന് മാർക്കിടാൻ എത്ര പേർ വന്നിട്ടുണ്ടെന്നല്ല ഞാൻ ചോദിച്ചത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ വിറയ്ക്കാൻ, ഇത് മനുഷ്യന്റെ വചനമല്ല, ഏതോ സംഘടനയുടെ വചനമല്ല, ദൈവത്തിന്റെ വചനം എന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ ശബ്ദത്തിന് മുൻപിൽ, വചനത്തിന് മുൻപിൽ വിറയ്ക്കാൻ, മാനസാന്തരപ്പെടാൻ എത്ര പേർക്കാണ് കഴിയുന്നത്? അവർ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ചരിത്രം ഇതാണ്. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി. ഇസ്രായേലിന്റെ രാജാവ് എന്ന് പറയുന്നവൻ തന്റെ പട്ടാളത്തിന് മുൻപിൽ നടക്കേണ്ടവനാണ്, തന്റെ ട്രൂപ്പിനെ, തന്റെ സൈന്യത്തെ മുന്നിൽ നയിക്കേണ്ടവനാണ് അതേ ആ രാജാവ്. അർത്ഥം, ഒരു ചർച്ചിൽ 50 വിശ്വാസി ഉണ്ടെങ്കിൽ ആ വിശ്വാസിയുടെ മുൻപിൽ നിൽക്കേണ്ടത് അവിടുത്തെ സൺഡേ സ്കൂൾ ടീച്ചർ അല്ല, അവിടുത്തെ പാസ്റ്റർ ആയിരിക്കണം. എന്താ മിണ്ടാത്തതുള്ള കാര്യം പറഞ്ഞപ്പോ? സ്തോത്രം, നെപ്പോളിയൻ ഇങ്ങനെ പറഞ്ഞു, നേതാവ് എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആയിരിക്കും അണികൾ. നേതാവ് പട്ടിയെ നിർത്തിയാൽ അണികൾ സിംഹമാണെങ്കിലും പട്ടി കുരയ്ക്കുന്നത് പോലെ കുരച്ചു കുരച്ചു തൊലയും. എന്നാൽ നേതാവ് സിംഹമാണെങ്കിൽ, പട്ടികൾ അണികളാണെങ്കിൽ ആ പട്ടികൾ അങ്ങ് ഗർജിച്ച് ജയിച്ച് ജയിച്ച് മുന്നേറും. അഭിഷേകത്തിന്റെ ദർശനമുള്ള ലീഡർഷിപ്പ്, അതാണ് ഇന്ന് ചർച്ചിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്കെന്തോ കിട്ടുമെന്നല്ല, എന്ത് പ്രാപിച്ചു കൊടുക്കാമെന്ന് പറയാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ദാവീദുണ്ടല്ലോ, യുദ്ധത്തിന് പോയില്ല, അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കിടന്നുറങ്ങി. അവൻ മട്ടുപ്പാവിലൂടെ തിരുമനസ് ഒലാത്തി. തിരുമനസ് മട്ടുപ്പാവിൽ ഒലാത്തിയപ്പോ ഇതാ ഒരു പെണ്ണ് കുളിച്ചോണ്ടിരിക്കുക. അവളെ കണ്ടപ്പോ മോഹിച്ചപ്പോ വിളിച്ചു. അതേ വിളിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അവളുമായി ശയിച്ചു. ആരും കണ്ടില്ല. എടാ പൊട്ട, കാണേണ്ടവൻ കണ്ടു. എടാ മന്ദബുദ്ധി, കാണേണ്ടവൻ കണ്ടു. അവനെ ഒളിക്കാൻ നിനക്കൊരിക്കലും കഴിയത്തില്ല. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്ക്. ബാക്കി മുഴുവൻ തന്ത്രം അവൻ മെനഞ്ഞു. ഊരിയാവിനെ വിളിച്ചത് തന്ത്രം, ഊരിയാവിനെ വീട്ടിൽ പോകാൻ അനുവദിച്ചത് തന്ത്രം, അവനെ സ്തോത്രം കൊല്ലാൻ തീരുമാനിച്ചത് തന്ത്രം, അവന്റെ സ്വന്തം ഡെത്ത് വാറണ്ട് കൈപ്പടയിൽ എഴുതി അവന് കൊടുത്തയച്ചത് തന്ത്രം. ഇന്ന് രാത്രി തന്ത്രം കൊണ്ട് പള്ളി പണിയുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? തന്ത്രം കൊണ്ട് തന്ത്രം കൊണ്ട് ശുശ്രൂഷിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? തന്ത്രം കൊണ്ടല്ല കുട്ടി നീ ചെയ്യേണ്ടത്, നീ വെളിപ്പാട് കൊണ്ടാണ് ചെയ്യേണ്ടത്. വെളിപ്പാട് കൊണ്ടാണ് നീ ശുശ്രൂഷിക്കേണ്ടത്. നീ തന്ത്രം കൊണ്ടല്ല ചെയ്യേണ്ടത്. തന്ത്രം കൊണ്ട് മെനയുന്നവൻ AKG സെന്ററിലും ഇന്ദിരാഭവനിലുമാണ്. എന്നാൽ ഇന്ന് രാത്രി കമോൺ, തന്ത്രം കൊണ്ടല്ല നീ ചെയ്യേണ്ടത്. മുട്ടുമടക്കണം. നീ ഒന്ന് നിന്റെ പത്മോസിൽ കയറണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നല്ല, ചിലപ്പോ ഉരുണ്ട് പ്രാർത്ഥിക്കേണ്ടി വരും. ചിലപ്പോ അതേ വിതുമ്പിയല്ല, നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടി വരും. ആ പത്മോസിൽ ഇറങ്ങി വരുന്നതിന്റെ പേരാണ് വെളിപ്പാട്. വെളിപ്പാടിലാണ് സംഭവം പണിയേണ്ടത്. വെളിപ്പാടിൽ പണിത് നോക്ക്. ഒരു കാറ്റിനും ഒരു തിരമാലയ്ക്കും ഒരു അപവാദത്തിനും ഒരു പാരവയ്പ്പിനും ഒരു പ്രശ്നത്തിനും ഒരു ഭൂതത്തിനും ഒരു മനുഷ്യനും നിന്നെ തൊലയ്ക്കാൻ പറ്റത്തില്ല. ആ ശുശ്രൂഷകളെ, ആ സഭകളെ നോക്കി കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, തിരുവനന്തപുരം ദേശാധിപതി അതിനെ ജയിക്കയില്ല. ഹല്ലേലൂയ. പെട്ടെന്ന് നിർത്താമേ, ഒത്തിരി നേരമായി. സ്തോത്രം. എന്നാൽ ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് തന്ത്രത്തിൽ ഊരിയാവിനെ കൊന്നുകളഞ്ഞു. തന്ത്രത്തിൽ കൊന്നു. അത് ദാവീദിന് ഭിന്നത്യത്തിൽ പാരയായി. സ്തോത്രം. നാഥാന്റെ പ്രസംഗം കേട്ടപ്പോൾ വാക്യം അറിയാം. പുറപ്പാട് 21:1 കോട്ട് ചെയ്ത് പുള്ളി പറഞ്ഞത്. അത് വല്ലതും അടിച്ചു മാറ്റിയാൽ സ്തോത്രം 4 മടങ്ങ് തിരിച്ചു കൊടുക്കണം. വചനം അറിയാം. നിന്നെക്കാളും വചനം ലൂസിഫറിന് അറിയാം. വചനം അറിയാം, തലയിലെല്ലാം ഉണ്ട്. നമ്മുടെ പ്രശ്നം 1.5 അടി താഴെ ഹൃദയത്തിലുണ്ടോ എന്നാണ്. ഏറ്റവും വലിയ ദൂരം സിഡ്നിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കല്ല, തലയിൽ നിന്ന് ഹൃദയത്തിലേക്കാണ്. വചനം അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. വചനം ലൈഫിലുണ്ടോ? പ്രസംഗിക്കുന്ന എന്നോടാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെങ്ങനെ ഇരുന്നാൽ മതി. ലൈഫിലുണ്ടോ സുരേഷേ? വചനം ജീവിതത്തിലുണ്ടോ? കാരണം വചനപ്രകാരം ജീവിക്കുന്നവനെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? സ്തോത്രം. തന്ത്രത്തിൽ ഊരിയാവിനെ കൊന്നുകളഞ്ഞു.
മറ്റുള്ളവനെ സ്തോത്രം തന്ത്രത്തിൽ തകർത്ത് കളഞ്ഞു, മറ്റുള്ളവനെ ദ്രോഹിച്ചു. അത് നിമിത്തം ദാവീദിന്റെ വീട്ടിൽ 4 മടങ്ങ് അവൻ തിരിച്ചു കൊടുത്തു. എക്സാക്ട്ലി പുറപ്പാട് 21:1 പറയുന്നത് പോലെ 4 മക്കൾ, ദാവീദ് അഭിഷിക്തൻ, ഇസ്രായേലിന്റെ മധുര ഗായകൻ, സങ്കീർത്തനം എഴുതിയവൻ, പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്തവൻ, ഉണർവുകാരൻ, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉള്ള ഇൻസ്ട്രുമെന്റ്സ് പോരാഞ്ഞിട്ട് ഇല്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കി ആരാധിച്ചവൻ, വലിയ യോദ്ധാവ്, രാജാവ്, പ്രവാചകൻ, പുരോഹിതന്റെ ശുശ്രൂഷ ചെയ്തവൻ. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. പറഞ്ഞിട്ട് എന്നാ പ്രയോജനം? 4 മടങ്ങ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ആ ജനിച്ച കൊച്ചു മരിച്ചു, സ്തോത്രം. അമ്നോൻ മരിച്ചു, പിന്നെ അബ്ശലോം മരിച്ചു, അദോനിയാവോ മറ്റോ പേരുള്ള ഒരുത്തൻ. പിന്നത്തേതിൽ ശലോമോൻ കൊന്നു. 4 മടങ്ങ് തിരിച്ചു കൊടുത്തു. അർത്ഥം, മറ്റുള്ളവനെ പാര പണിതാൽ ഒത്തു. മറ്റുള്ളവനെ പാര പണിതാൽ, മറ്റുള്ളവനെ ദ്രോഹിക്കുന്നെങ്കിൽ ശാപമാണ്. മറ്റുള്ളവനെ കരയിപ്പിക്കുന്നത് ശാപമാണ്. മറ്റുള്ളവനെ മുറിവേൽപ്പിക്കുന്നത് ശാപമാണ്. നീ എത്ര ഭയങ്കരനെങ്കിലും, നീ എത്ര ഉന്നതനെങ്കിലും, അത് നിനക്ക് മാത്രമല്ല, എൻ്റെ തലമുറയ്ക്കും സ്വസ്ഥമായിരിക്കാൻ, അനുഗ്രഹമായിരിക്കാൻ ഇന്ന് രാത്രി നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ തീരുമാനിക്കണം. ഞാൻ മറ്റുള്ളവനെ കരയിപ്പിക്കുന്നവനല്ല, മറ്റുള്ളവന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനായിരിക്കും. നമ്മള് തിരുവനന്തപുരംകാരുവാ, നമുക്കില്ലാത്തൊരു ഭയമാണ് ദൈവഭയം. നീ രാത്രി ഭൂതം ഇളകി നോക്ക്, അപ്പോ രക്തം ചെയ്യാം. ഒരു ഭൂതത്തിന് കൊടുക്കുന്ന ബഹുമാനം പലപ്പോഴും ദൈവത്തിന് നീ കൊടുക്കാറില്ല. എന്നാൽ ഇന്ന് രാത്രി ഭൂത ഭയം മാറട്ടെ, മനുഷ്യ ഭയം മാറട്ടെ, ക്യാൻസർ ഭയം മാറട്ടെ, ആക്സിഡന്റ് ഭയം മാറട്ടെ, പകരം ദൈവ ഭയം മടങ്ങി വരട്ടെ. ദൈവ ഭയം മടങ്ങി വരട്ടെ, ദൈവ ഭയം മടങ്ങി വരട്ടെ. 17-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. 18-ാമത്തെ വയസ്സ് മുതൽ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി. ആരും എന്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യല്ല, ദയവായി കേട്ടിരിക്കുക. ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോ എന്റെ മമ്മി ഇന്നും ജീവിച്ചിരിക്കുന്നു, 86 വയസ്സായി. മമ്മി എന്നോട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ, നീ തീ കളിക്കാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്റെ മമ്മി എന്നോട് പറഞ്ഞത് എന്താണ്? മക്കളെ, നിനക്ക് തൂത്തുക്കുടി വഴി അമേരിക്കയ്ക്ക് പോകാം എന്നല്ല പറഞ്ഞത്. മമ്മി എന്നോട് പറഞ്ഞു, മകളെ, നീ തീ കളിക്കാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ദൈവത്തിന്റെ വേല എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ചെയ്യേണ്ടതല്ല, സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. വാ തന്നെ പറയ്, ശബ്ദം ഉയർത്തി പറയ്, നമുക്കൊന്ന് സംസാരിക്കാം. എല്ലാ വാച്ചും നിൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒന്നുകിൽ ഇന്ന് രാത്രി നമ്മൾ അനുഗ്രഹിക്കപ്പെടും, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, മമ്മി അതെന്നാ അങ്ങനെ പറഞ്ഞേ? അപ്പൊ മമ്മി പറഞ്ഞു, പണ്ട് ആശാരി ഉപദേശി എന്ന് പേരുള്ള ഒരു ദൈവദാസനുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് അല്ല കാട്ടാക്കട വന്ന് ആശാരി ഉപദേശി ഒരു ഭയങ്കര മീറ്റിംഗ് നടത്തി. എത്ര പേര് ആശാരി ഉപദേശിയെ കണ്ടിട്ടുണ്ട്? കരങ്ങളെ ഉയർത്തിയാട്ടെ. എത്ര പേര് കണ്ടിട്ടുള്ളവർ കരങ്ങളെ ചലിപ്പിച്ച്? അയ്യോ, അതുപോലെയുള്ള ദൈവദാസന്മാരില്ല. അങ്ങനെയുള്ള കുറച്ച് കൊല്ലന്മാരും ആചാര്യമാരൊക്കെ ഈ ദിവസങ്ങളൊന്ന് രക്ഷിക്കപ്പെട്ട മൈതാനങ്ങളെ നിറച്ചിരുന്നെങ്കിൽ എന്തോ ചന്തമായിരുന്നു. ആചാര്യപരദേശി ഓരോ ദിവസം വന്ന് ശക്തമായി മീറ്റിംഗ് നടത്തുക. ഒരു ദിവസം അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ്, ഈ മീറ്റിങ്ങിന് ഒത്തിരി ചെലവുണ്ട്, സ്തോത്രകാഴ്ച നല്ലതുപോലെ ഇടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, സ്തോത്രകാഴ്ച വഞ്ചി ആണോ സഞ്ചിയാണോ അത് പ്രാർത്ഥിച്ചു കൊടുത്തു. സ്തോത്രകാഴ്ചയൊക്കെ എടുത്തു, ശോശാമ്മ പാടി സ്തോത്രകാഴ്ച എടുത്തു. സ്തോത്രകാഴ്ച എടുത്തിട്ട് സഞ്ചിയെല്ലാം തിരിച്ചു വന്നപ്പോൾ ഒരു സഞ്ചിയിൽ മാത്രം ഭയങ്കര ഉണർവ്. ആ സഞ്ചിയിൽ ഏതാണ്ട് കിടന്നിങ്ങനെ ചാടുകയാണ്. ആശാരി വിട്ടില്ല. ആശാരി എന്നെ പോലെ ഈ തീയുള്ളവന്മാരെല്ലാം ചൂടന്മാരായിരിക്കും. സഹിച്ചോ? ആശാരി ആ സഞ്ചിയിലെ ചലനമുള്ളത് കൊണ്ട് സ്തോത്രം, ആ ചലിക്കുന്ന സഞ്ചിയിൽ കൈയിട്ടെടുത്തപ്പോ ഒരുത്തൻ ഒരു തവളയെ കെട്ടിയിട്ടൊക്കെയാണ്. ഉടനെ ആശാരി ഇങ്ങനെ പറഞ്ഞു, ദൈവമക്കളെ, നിങ്ങളെല്ലാം കർത്താവിന് വേണ്ടി നല്ല സ്തോത്രകാഴ്ച കൊടുത്തപ്പോൾ ഒരുത്തൻ ദൈവത്തിന് തവളയെ കൊടുത്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കാം. ദൈവദാസന്മാര് പ്രാർത്ഥിക്കും, ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ചോളണം. കാരണം ഈ ദൈവദാസന്മാർ നിന്റെ ദാസനല്ല, അവൻ ദൈവത്തിന്റെ ദാസനാണ്. നിന്റെ ദാസനാണെങ്കിൽ വല്ല ഡീക്കനോ ഡീമനോ ഒക്കെ പറയുന്ന പോലെ കേൾക്കുമായിരുന്നു. പക്ഷെ അവൻ ദൈവത്തിന്റെ ദാസനെങ്കിൽ, ഞാനൊരു കഴുതയാണ്, പക്ഷെ എന്റെ പുറത്ത് ഒരുത്തിന് ഇരിപ്പുണ്ട്. ഇനി വേറൊരു ചേട്ടനും ചേച്ചി എന്റെ മീതെ കയറാൻ ഇടയില്ല. ആശാരി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ,
ഒരുത്തൻ നിനക്കൊരു തവളയെ തന്നിരിക്കുന്നു, നീ നോക്കിക്കൊള്ളണമേ. എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു, മക്കളെ ദൈവം ആ പ്രാർത്ഥന കേട്ടു. നമ്മുടെ ചൂണ്ടുവല ജംഗ്ഷൻ ഉണ്ടല്ലോ, ഇടത്തോട്ട് പോകുമ്പോൾ ഡാം, വലത്തോട്ട് പോകുമ്പോൾ മണ്ടവത്തിൻകടവ്. ഞാൻ പറഞ്ഞു അറിയാം. അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകും. കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ വീട് കണ്ടുപിടിക്കുക, അതുകൊണ്ട് സസ്പെൻസ് വിടുന്നു. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു അവിടത്തെ ഞാൻ പറയും അങ്കിളിനെ എനിക്കറിയാം. അത് തന്നെ. അവന്റെ വീട്ടിൽ മോൻ പോയാ ഒരു ചെറുക്കൻ, നിന്നോളം പ്രായമുള്ള ഒരു ചെറുക്കൻ അവിടെ കിടക്കുന്നത് കാണാൻ കഴിയും. അവന്റെ 2 കൈയും 2 കാലും തവളയെ പോലെയാ. എന്നാ മമ്മി അങ്ങനെ? അന്ന് ആ ചെറുക്കൻ പ്രഗ്നന്റ് ആയിരുന്നു, അവന്റെ അമ്മ ഗർഭിണിയായിരുന്നു. അപ്പോഴാണ് അപ്പനതാ തവളയെ പിടിച്ച് സ്തോത്ര കാഴ്ച പാത്രത്തിൽ ഇട്ടത്. എന്ത് കൊടുക്കൂ അതേ കിട്ടത്തുള്ളൂ. എന്ത് വിതയ്ക്കോ പറ, എന്ത് വിതയ്ക്കോ അതേ കൊയ്യത്തുള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കണം, വേറൊരുത്തനിട്ട് എന്തെങ്കിലും പണിയുന്നെങ്കിൽ അത് അയൽവാസിയാകട്ടെ, കൂടെ ജോലി ചെയ്യുന്നവനാകട്ടെ, കൂടെ ആരാധിക്കുന്നവനാകട്ടെ, സഹശുശ്രൂഷകനാകട്ടെ, മറ്റു ദൈവമക്കളാകട്ടെ, യേശുവിന്റെ നാമത്തിൽ എല്ലില്ലാത്ത നാക്കുകൊണ്ട് എന്തെങ്കിലും പറയല്ലേ. നിന്റെ കൈ കൊണ്ട് മറ്റുള്ളവന് ചെയ്യല്ലേ. ഇന്ന് രാത്രി നിർത്തണം. നീ മറ്റൊരുത്തിന് ശാപമാകല്ലേ, നീ അനുഗ്രഹമാകണം. പകരം ദൈവകൃപയാൽ കൊണ്ടും കൊടുത്തുമുള്ള ആത്മീയ മണ്ഡലമാണ് നമ്മൾ കണ്ടുവന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി തകർന്ന ഹൃദയത്തോടെ പറയണം, കർത്താവേ, ക്രൂശിൽ വെളിപ്പെട്ടത് പ്രതികാരമല്ല, ക്രൂശിൽ വെളിപ്പെട്ടത് സ്നേഹമാണ്. ക്രൂശിൽ നിവർത്തിയ കൈ പ്രതികാരത്തിന്റെ കൈയല്ല. ഫാദർ forgive them, they do not know what they do. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള സ്നേഹ ശബ്ദം വെളിപ്പെട്ടെങ്കിൽ എൻ്റെ കരം കൊണ്ട് മറ്റുള്ളവരെ കണ്ണുനീർ തുടയ്ക്കുവാൻ നീ എനിക്ക് കൃപ ചെയ്യണമേ. മറ്റുള്ളവന്റെ മുറിവ് കെട്ടുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്യണമേ. പാര പണിയുന്ന കൈകളല്ല, കരങ്ങളെ ഉയർത്തിയാട്ടെ, അനുഗ്രഹത്തിന്റെ കരങ്ങൾ കാണട്ടെ. 2 കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പറ, ഈ കരങ്ങൾ അനുഗ്രഹത്തിന്റെ കരങ്ങളാകട്ടെ, ഈ കരങ്ങൾ അനുഗ്രഹങ്ങളുടെ കരങ്ങളാകട്ടെ. 2 കരങ്ങളെ ഉയർത്തി 2 മിനിറ്റ് അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിക്കോ. കേട്ടില്ല? 2 കരങ്ങളെ ഉയർത്തി അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിക്കോ. ശബ്ദം ഉയർത്തി. Raise your voice. ശക്തിയോടെ. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങനെയെങ്കിലും മുതിർന്നവർക്കും പ്രാർത്ഥിക്കാം. വായു തുറന്ന് ആയിരങ്ങളെ കണ്ണുനീര് തുടയ്ക്കുവാൻ, മുറിവേറ്റവന്റെ മുറിവ് കെട്ടുവാൻ. 1 കൈയല്ല 2 കൈ ഉയർത്തപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മറ്റുള്ളവനെ വേദനിപ്പിച്ചാൽ, മറ്റുള്ളവനെ തകർത്താൽ, മറ്റുള്ളവനെ മുറിവേൽപ്പിച്ചാൽ തീർന്നോ, അത് തലമുറയായി ശാപമെന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് ആശ്വസിപ്പിച്ചാൽ, അതേ നിശ്ചയമായി ഒരറ്റനം നീ ആശ്വസിപ്പിച്ചാൽ 100 കണക്കിന് വ്യക്തികൾ നിനക്ക് ആശ്വാസമായിരിക്കും. എനിക്ക് വിവരിക്കാൻ നേരമില്ല. 1 കാര്യം കൂടെ കർത്താവ് എന്നോട് പറഞ്ഞു. അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ഈ അനുഗ്രഹത്തിന്റെ രാത്രി ഷാരൻ പ്ലാറ്റ്ഫോമിൽ വാമനെ ഞാനിങ്ങനെ നിന്ന് 12 മണിക്ക് നിർത്തത്തുള്ളൂ. ഞാൻ നോർത്ത് ഇന്ത്യ പ്രാസിംഗിന് 11:30 മണി അവിടെ നിർത്തുന്നത്. സ്തോത്രം. നാളെ സഭായം ഉണ്ടെന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറക്കാറുണ്ട്. കമോൺ, എല്ലാവരും കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിക്ക്. 4ാമത്, വാക്കുകളിൽ ശാപമുണ്ട്. വാക്കുകളിൽ ശാപമുണ്ട്. സദൃശവാക്യം 18:21 ഇങ്ങനെ പറയുന്നു. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, മരണവും, കേട്ടില്ല, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കുന്നു. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ, അർത്ഥം ഞാൻ ഇന്ന് രാത്രിയിലെ വിഷയം സംബന്ധിച്ച് പറയട്ടെ, ശാപവും അനുഗ്രഹവും നാവിൽ ഇരിക്കുന്നു. ആരോ നിന്നെ ശപിച്ചു കാണും. ഒരുപക്ഷെ നിന്റെ ടീച്ചറായിരിക്കാം. നീ തൊലയും, നീ തോക്കും എന്നായിരിക്കും ടീച്ചർ പറഞ്ഞത്. ആര് നന്നായാലും നീ നന്നാകത്തില്ല എന്നായിരിക്കാം നിന്റെ അപ്പൻ പറഞ്ഞത്. നീ തൊലഞ്ഞ് ജീവിക്കും എന്നായിരിക്കാം നിന്റെ അമ്മ പറഞ്ഞത്. നിന്റെ കൃപാവരമെല്ലാം നഷ്ടപ്പെടും, നീ ആത്മീയത്തിൽ കാണത്തില്ല എന്നായിരിക്കും നിന്റെ പാസ്റ്റർ പറഞ്ഞത്. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ അകത്തുണ്ടല്ലോ ഒരു ഭയങ്കര കോപം, വിശുദ്ധ കോപം ഇങ്ങനെ പൊങ്ങി വരുന്നു. തമ്പുരാൻ പറയുന്നു, മനുഷ്യനും ഭൂതവും നിനക്കെതിരെ ഇട്ട ആ ശാപം ഫലിക്കയില്ല. ഫലിക്കയില്ല, 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 ഫലിക്കയില്ല.
നമ്മൾ അയൽവാസികളാണല്ലോ, നമ്മൾ തിരുവനന്തപുരംകാരാണല്ലോ. പകരം ദൈവകൃപയാൽ ഞാൻ നിങ്ങളെ നോക്കി അനുഗ്രഹിച്ചു പറയട്ടെ മക്കളെ, മങ്ങി കത്തുന്നവരുണ്ട്, എഴുന്നേറ്റില്ല. എല്ലാ പാസ്റ്റർമാരും എഴുന്നേറ്റില്ല. 10,000 നിന്റെ വിശ്വാസികൾ വളരുന്നത്, നിന്റെ സഭ വളരുന്നത് ഞാൻ കാണാൻ പോവാ. നിന്റെ ടീം വർദ്ധിക്കുന്നത് ഞാൻ കാണാൻ പോവാ. അഹരോന്മാരും ഹൂരുമാരും നിന്റെ അടുക്കൽ ഓടി വരുന്നത് ഞാൻ കാണാൻ പോവാ. നിനക്കെതിരെ വരുന്ന യാതൊരു ആയുധങ്ങളും ഫലിക്കയില്ല. നീ ഒരു കുറ്റിച്ചെടി അല്ല ദൈവദാസനെ. തിരുവനന്തപുരത്ത് നീ കുറ്റിച്ചെടി അല്ല. നിന്നെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി അഭിഷിക്തന്മാർ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. In the name of Jesus. പ്രവാചകന്മാർ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, പ്രവാചകന്മാർ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, സ്വപ്നം കാണുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, ദർശനം കാണുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, സുവിശേഷം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, കൊയറിൽ പാടുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് നിന്നാട്ടെ. Come on, in the name of Jesus. ബാക്കിയുള്ളതെല്ലാം വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ നോ 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 നോ. ഇന്ന് രാത്രി നിനക്കൊരു അഭിഷേകത്തിന്റെ ചലനം നിന്റെ പേര് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ചർച്ച് സെക്രട്ടറിമാർ എഴുന്നേറ്റ് നിന്നാട്ടെ, ഡീക്കന്മാരും കുടുംബമായി എഴുന്നേറ്റ് നിന്നാട്ടെ, ശുശ്രൂഷകന്മാരുടെ ഭാര്യമാർ എഴുന്നേറ്റ് നിന്നാട്ടെ. യെസ് 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 യെസ്. നിനക്കെതിരെ സംസാരിച്ച ശബ്ദങ്ങളുണ്ട്. നീ തൊലയുമെന്ന് പറഞ്ഞ ശബ്ദമുണ്ട്. നിനക്ക് ആക്സിഡന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ ശബ്ദമുണ്ട്. നീ ശവപ്പെട്ടി കയറുമെന്ന് പറഞ്ഞ ശബ്ദമുണ്ട്. നിനക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ ശബ്ദമുണ്ട്. എഴുന്നേറ്റ് ആരാധിക്കെല്ലാവരും യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ പന്ന പിശാച് തോറ്റവനാണ്, ആ ശത്രു തോറ്റവനാണ്. Whom shall believe the report of the Lord? ദൈവത്തിന്റെ റിപ്പോർട്ട് ആര് വിശ്വസിച്ചിരിക്കുന്നു? ദൈവത്തിന്റെ റിപ്പോർട്ട്. നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്ക. നീ മതിലിന്മേൽ പടരുന്ന മുന്തിരി വള്ളി പോലെ ആയിത്തീരും. നിന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. നിനക്ക് വിരോധമായി വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. കരങ്ങളെ അടിച്ച് ആരാധിക്കും. വായി തുറന്ന മക്കളെ, വായി തുറന്ന ശബ്ദം കൂട്ടി അന്യഭാഷ പറ. ഞാനൊക്കെ പ്രസംഗിക്കുന്നത് പോലെ അന്യഭാഷ പറയുന്നവരാ. കമാൺ, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. ഞാൻ ആവർത്തിക്കുന്നു, ലജ്ജ കൂടാതെ ഞാൻ പറയുന്നു, പ്രസംഗിക്കുന്നത് പോലെ ഞങ്ങളൊക്കെ അന്യഭാഷ പറയുന്നവരാ. ശബ്ദം ഉയർത്തി. ഒരു നിയോഗം നിന്റെ മേൽ കടന്നു വരിക. നിന്റെ കൂടെ ഇന്ന് രാത്രി പൊളിച്ച് ഒരു കഴുകൻ ഉയരുന്നത് പോലെ നീ ഉയരുക. ആരോ പറയുന്നു, എൻ്റെ പപ്പ നല്ല പപ്പയല്ല അങ്ങളെ, എൻ്റെ അപ്പൻ നല്ല അപ്പനല്ല. എൻ്റെ അപ്പൻ പലപ്പോഴും എന്നെ ശപിച്ചു. എൻ്റെ അപ്പൻ പറഞ്ഞു, ആര് നന്നായാലും നീ നന്നാകത്തില്ല, നിന്റെ ജീവിതം തൊലയും. ചെയ്യാത്ത കുറ്റത്തിന് എൻ്റെ അപ്പൻ എന്നെ നോക്കി ശപിച്ചു. ശാപത്തിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ വളർന്നത്. നല്ല ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഉൽപ്പത്തി 49 ലേവിയുടെ ദൈവം ഇന്ന് രാത്രി നിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുക. ലേവിയുടെ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുക. യാക്കോബ് ഒരു ദിവസം ലേവിയെ ശപിച്ചു. ലേവിയുടെ ഉഗ്ര കോപം ശപിക്കപ്പെട്ടത്. മറ്റു സഹോദരന്മാരെക്കാൾ ഏറ്റവും വലിയ ശാപം യാക്കോബിന്റെ അധരത്തിൽ നിന്ന് ലേവിയുടെ മേൽ വീണു. അവന്റെ ഹൃദയം ഉടഞ്ഞു, അവന്റെ ഹൃദയം തകർന്ന് അവൻ ജീവിച്ചു. ഹൃദയം നുറുങ്ങി ആരെങ്കിലും വന്നിട്ടുണ്ടോ? കരയുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? കരയാൻ അറിയാവുന്നവരാരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. കരയേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് സുരേഷ് ബാബു അങ്കിള് ട്യൂഷൻ എടുക്കണമെന്ന് പറയുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട്, ഞാൻ എൻ്റെ കാര്യം പറയാ, ഭയങ്കരമായിട്ട് കരയുക. ദൈവത്തിന്റെ മുൻപിൽ കരയുന്നവൻ
മനുഷ്യന്റെ മുൻപിൽ കരയേണ്ട ഗതികേട് ഒരിക്കലും വരത്തില്ല. അപ്പന്റെ ശാപത്തിന്റെ നടുവിൽ ഒരു ദിവസം ലേവി മോശയിൽ നിന്നൊരു ശബ്ദം കേട്ടു, Is anyone to stand for the Lord? യഹോവയ്ക്ക് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? കണ്ണുനീരിന്റെ നടുവിലും വേദനയുടെ നടുവിലും അപ്പനിൽ നിന്ന് കേട്ട ശാപത്തിന്റെ നടുവിലും ബാക്കിയുള്ള ഒരു ഗോത്രം ചലിക്കാതിരിക്കുമ്പോ ലേവി മുന്നോട്ട് വന്ന് പറഞ്ഞു, I will stand for the Lord. I will stand for the Lord. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഇന്ന് രാത്രി പറ, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. പണത്തിനല്ല, പ്ലാറ്റ്ഫോമിനല്ല, പ്രസിദ്ധിക്കല്ല, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ലേവി ദൈവത്തിന് വേണ്ടി നിന്നപ്പോ ഏത് വീട്ടിൽ വെച്ചാണോ അവൻ ശാപം കേട്ടത്, ഏത് യാക്കോബിന്റെ വീട്ടിൽ വെച്ചാണോ അവൻ ശാപം കേട്ടത്, വേറെ ആർക്കുമില്ലാത്ത അഭിഷേകം ലേവി അനുഭവിച്ചു. ആദ്യത്തെ അഭിഷേക തൈലം അതേ ലേവിയുടെ മേൽ വീണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും ചേട്ടന്മാർക്കും ചേട്ടത്തിമാർക്കും കസിൻസിനും ഇല്ലാത്ത ഒരു അഭിഷേകം അധികം കരഞ്ഞ് നീ ചുമക്കാൻ പോകുകയാണ്. ഏറ്റെടുക്ക്. നിന്റെ വീട്ടിൽ വേറെ ആർക്കുമില്ലാത്തതായ ഒരു അനുഗ്രഹം, വേറെ ആർക്കുമില്ലാത്തൊരു ശുശ്രൂഷ, വേറെ ആർക്കുമില്ലാത്തൊരു നിയോഗം നിന്റെ മേലുണ്ട്. Not only he is the Lord who is canceling the curses, but he is the Lord who is reversing the curses into blessing. അവൻ ശാപങ്ങളെ നീക്കുന്ന ദൈവം മാത്രമല്ല, അവൻ ശാപങ്ങളെ അനുഗ്രഹമാക്കുന്നവനാണ്. അവൻ ശാപങ്ങളെ ഇന്ന് രാത്രി നീക്ക മാത്രമല്ല ചെയ്യുന്നത്. എത്ര കേൾക്കുന്നുണ്ട്? കേൾക്കുന്നവർ അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ചു നിന്ന്. അവൻ ശാപങ്ങളെ അനുഗ്രഹമാക്കിയാണ്. അമ്മ ശപിച്ച ഒരുവനെ എനിക്കറിയാം. 1 Timothy 4, 9, 10. അമ്മ അവനെ നോക്കി പറഞ്ഞു, നിന്റെ പേര് യബേസ്, നീ എന്നും കരയും, നിന്റെ പേര് യബേസ്. ബൈബിൾ പറയുന്നു, യബേസ് അബ്രഹാമിന്റെ ദൈവത്തോടും ഇസ്ഹാക്കിന്റെ ദൈവത്തോടും യാക്കോബിന്റെ ദൈവത്തോടും എന്നല്ല, യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്. ഇസ്രായേലിന്റെ ദൈവത്തോട് മീനിങ് യാക്കോബിനെ ഇസ്രായേലാക്കിയവനെ, എന്നെ മാറ്റണമേ, എന്നെ മാറ്റണമേ, എന്റെ ജീവിതത്തെ ഒന്ന് മാറ്റണമേ. ആരോ ഇന്ന് രാത്രി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരോട് പറയുന്നു, സഹോദരന്മാർ കരയാതെ ഒറ്റയെണ്ണം നിൽക്കല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടാൽ നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. കണ്ണുനീരില്ലാത്ത കൺവെൻഷൻ നമുക്ക് വേണ്ട. കണ്ണുനീരില്ലാത്ത റിവൈവൽ അല്ല. ഇന്ന് രാത്രി കണ്ണുനീരില്ലാത്ത ഉണർവല്ല. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഈ മണ്ണിൽ വീഴ്ത്തിയിട്ട് ഇന്ന് രാത്രി സഹോദരന്മാർ ദൈവദാസന്മാർ പോകാവൂ. ബ്രദർ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് പോലും എന്നെ കുറിച്ച് പ്രതീക്ഷയില്ല. എൻ്റെ അമ്മയ്ക്ക് പോലും എന്നെ കുറിച്ച് പ്രതീക്ഷയില്ല. നിന്നെ കുറിച്ച് പലർക്കും പ്രതീക്ഷയില്ല. പലരും പറയുന്ന, നീ പൊട്ടി, നീ തകർന്നു, നീ തീർന്നു, നീ അവസാനിച്ചു. എന്നാൽ മനുഷ്യൻ എവിടെ തീർന്നെന്ന് പറയോ, അവിടെയാണ് ദൈവം തുടങ്ങുന്നത്. ഏറ്റെടുക്കണം. ഇന്ന് രാത്രി അത് ആരംഭിക്കുക. മനുഷ്യൻ എവിടെ തീരുന്നെന്ന് പറയോ, അവിടെയാണ് ദൈവം തുടങ്ങുന്നത്. യബേസിനെ സഹോദരന്മാരെക്കാൾ ദൈവം ഏറ്റവും മാന്യനാക്കി. എല്ലാ കണ്ണുകളും അടയട്ടെ. പ്രസംഗം കഴിഞ്ഞു. ഇനി നിങ്ങളും പരിശുദ്ധാത്മാ മാത്രം. വീട്ടിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നീയാണ്. സഹോദരങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ വിലപിച്ചത് നീയാണ്. എന്റെ ഭവനത്തിൽ ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെട്ടത് നീയാണ്. എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പരിഹാസം കേട്ടത് നീയാണ്. നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ റിജക്ഷൻ അനുഭവിച്ചത് നീയാണ്. നിന്റെ വീട്ടിൽ വേറെ ആർക്കുമില്ലാത്ത പോരുകളും പോരാട്ടങ്ങളും കണ്ടത് നീയാണ്. നിന്റെ വീട്ടിൽ വേറെ ആർക്കുമില്ലാത്ത തീയിലൂടെ വെള്ളത്തിലൂടെ യാത്ര ചെയ്ത നീയാണ്. ഇന്ന് രാത്രി ദൈവത്തോട് നിലവിളിച്ച് പറ, അപ്പാ, അപ്പച്ചാ, പപ്പായേ, സ്വർഗത്തിലെ പപ്പായേ, എൽ ഏലിയോനെ, എൽ ഷദായേ, അഡോനായേ, എലോഹിമേ, യഹോവ ഇരേ, യഹോവ ഷമേ, യഹോവ റോഹിയേ,
ഇമ്മാനുവേലേ, അവന്റെ സകല പേരും കൂടെ ഒരുമിച്ച് ചേർത്ത യേശുവേ. കണ്ണുനീരോടെ നല്ല വിളിച്ചു പറയാ, എന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണമേ, എന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണമേ. കരങ്ങൾ ഉയർന്നിരിക്കട്ടെ, കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. എന്റെ സ്ഥിതിക്ക് അവിടുന്ന് വ്യത്യാസം വരുത്തണമേ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം ഉയരണം. കമാൺ, നിങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം ഉയരണം. ഈ മീറ്റിംഗിനെ മുന്നോട്ട് വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ട്, പറ്റത്തില്ല. പക്ഷെ നിൽക്കുന്നിടത്ത് ആ പിന്നിൽ നിന്ന് കരയുന്നവരുടെ നിലവിളിക്കുന്നവരുടെ ശബ്ദം മുന്നിൽ കേൾക്കട്ടെ, മുന്നിൽ നിന്ന് നിലവിളിക്കുന്നവരുടെ ശബ്ദം പിന്നിലും കേൾക്കട്ടെ. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ മുട്ടിന്മേൽ നിന്ന് നിലവിളിച്ച ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുക. കമാൺ, കമാൺ, കമാൺ. വേറെ ആർക്കും മുൾക്കിരീടമില്ല. ദൈവ കുഞ്ഞാടിന്റെ തലയിൽ മാത്രം മുൾക്കിരീടം. ആ ക്രൂശിൽ കൂടെ കിടന്ന ഇടതും വലതും കിടന്നോമാരുടെ മേൽ മുൾക്കിരീടമില്ല. വേറെ ആർക്കും ഇല്ലാത്ത മുൾക്കിരീടം എനിക്കോ? യേശുവേ, വേറെ ആർക്കും ഇല്ലാത്ത മുൾക്കിരീടം നിനക്കോ എന്ന് ചോദിച്ചാൽ അവൻ പറയും, സുരേഷേ, സുരേഷേ, തിരുവനന്തപുരത്ത് വേറെ ആർക്കും ഇല്ലാത്ത അനുഗ്രഹം നീ ചുമക്കാൻ. ഇന്ന് രാത്രി കല്ലയത്തുള്ള എന്റെ മക്കളോട് പറ, തിരുവനന്തപുരം പട്ടണത്തിൽ വേറെ ആർക്കും ഇല്ലാത്ത അനുഗ്രഹം അവർ ചുമക്കാൻ. അവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ, അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ, അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ, അവരുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടാൻ, അവരുടെ ആത്മീയ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ. അവർ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, 10,000-കൾക്ക് അവർ അനുഗ്രഹമാകാൻ. 10,000-കൾക്ക് അവരൊരു അനുഗ്രഹമാകാൻ ഞാൻ മുൾക്കിരീടം ഏറ്റെടുത്തു. 2 കരങ്ങളെ ഉയർത്തി 2 മിനിറ്റ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക.